ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക ടെസ്റ്റ് മണികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കാറുണ്ട്. ഇന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ സാക്ഷ്യം ആദ്യോടന്ത്യം വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ഒരു കർത്താവിൻ്റെ ദാസിയാണെന്ന് നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ കർത്താവ് എങ്ങനെ പരിപാലിച്ചു, ഒരു വലിയ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇതൊക്കെയുള്ള വിശേഷം. സന്തോഷമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഡൽഹിയിൽ ആയിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവം വലിയൊരു സാക്ഷ്യമാണ്. അനേകർക്കത് ആശ്വാസവും വിടുതലുമാണ്. കർത്താവ് എങ്ങനെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെ നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നൊക്കെയാണല്ലോ ദേവദാസിയുടെ സാക്ഷ്യത്തിൽ നിന്നുള്ള അനുഭവങ്ങളുള്ളത്. അത് നമുക്ക് കേൾക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. അങ്ങോടെ സന്നിധാനത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങോടെ ദാസിക്കായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കുമാറാകണമേ. ഈ സാക്ഷ്യം അനേകർക്ക് വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ പ്രവൃത്തിയെ കർത്താവെ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ, ഇന്നും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ട്. ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിലിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനുള്ള ഞങ്ങളെ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസിയുടെ ഡൽഹിയിലാണെന്ന് പറഞ്ഞു. ദേവദാസിയുടെ പേരും വീട്ടിലാരൊക്കെയുണ്ട് എന്നൊന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയാട്ടോ. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടി വിയിലേക്ക് എന്നെ സാക്ഷ്യം പറയാൻ ക്ഷണിച്ച പ്രിയ ആൻറ്റിക്ക് ആദരപൂർവ്വം എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് നിഷ ജോൺസൺ എന്നാണ്. ഞാൻ ഡൽഹിയിൽ താമസിച്ചത് കൊണ്ട് ഫാമിലിയായിട്ട് താമസിക്കുന്നു. ഹരിയാന സ്റ്റേറ്റിൽ പാസ്റ്റർ ജോൺ ചാക്കോ പാസ്റ്ററുടെ കീഴിൽ ഞങ്ങൾ കർത്തൃവേലയിൽ ആയിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോൺസൺ എൻ ജോസഫ് എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോളുടെ പേര് ആഷിമ റേഡിയോളജി കഴിഞ്ഞിട്ട് PG ചെയ്യാൻ വേണ്ടി പേപ്പർ വർക്കൊക്കെ നടക്കുകയാണ്. ഇളയ മോള് പ്രസ്കില്ല മോള് ഇപ്പോൾ 12th കഴിഞ്ഞ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി. ദൈവനാമം. അതുപോലെ തന്നെ എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണ്ണിൽ വീട്ടിൽ MM ജോസഫിൻ്റെയും തങ്കമ്മ ജോസഫിൻ്റെയും 4 മക്കളിൽ മൂന്നാമത്തവളായി ജയിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ നൽകി. മാതാപിതാക്കളുടെ കൂടെ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ UPയിലായിരുന്നു. UPയിൽ ആഗ്ര എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി കുസൃതിയായ ഒരു വ്യക്തിയായിരുന്നെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ ജീവിതത്തോട് അനുബന്ധിച്ച് നോക്കിയാൽ ഞാൻ ചെറുപ്പത്തിൽ ക്യാമ്പിൽ വളർന്നുകൊണ്ട് ഒരു 2-2:30-3 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി പാർക്കിൽ പോയി കളിക്കാൻ പോകും. അന്നത്തെ ദിവസം എന്നോട് മമ്മി പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ഞാൻ മമ്മിയുടെ ആവാജ് കൈക്കൊള്ളാതെ ഞാൻ ഊഞ്ഞാലാടാനായിട്ട് പാർക്കിലേക്ക് പോയി അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു എന്നെ കഴിഞ്ഞ് മുതിർന്ന ഒരു കുഞ്ഞു വന്ന് എന്നെ ആട്ടിയപ്പോഴത്തേക്ക് ഞാൻ നല്ലപോലെ മുറുക്ക പിടിച്ചിട്ടില്ലായിരുന്നു. ഊഞ്ഞാലേന് ഞാൻ തെറിച്ചു വീണപ്പോഴത്തേക്ക് ഞാൻ ഫെൻസിങ്ങിന്റെ അടുത്താ പോയി വീണത്. ദൈവകൃപയാൽ മരണകരമായ ആപത്തിൽ നിന്ന് ദൈവം എന്നെ സംരക്ഷിച്ചു എന്ന് പറയണം. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ആ വീഴ്ചയിൽ എൻ്റെ താടി
കാലിക്ക് ഒരു മുറിവുണ്ടായി, പക്ഷി പറക്കുന്ന രീതിയിലുള്ള ഒരു മുറിവ്. അപ്പൊ അതെല്ലാം സ്റ്റിച്ചൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ പിന്നെ അത് 2-3 ആഴ്ചയായപ്പോൾ അതെല്ലാം കുറവായി. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഐസ്ക്രീം വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ക്യാമ്പിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിലെ ഒരു സൈക്കിൾ റിക്ഷക്കാരൻ ഞങ്ങൾ ഐസ്ക്രീം കൊണ്ട് വന്ന് എല്ലാവരും പോയി ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പൊ എൻ്റെ കയ്യിൽ ഞാനും ആ കൂട്ടത്തിൽ പോയി നിന്നു. എനിക്ക് മാത്രം ഐസ്ക്രീം തന്നില്ല. അപ്പൊ എനിക്ക് തരാത്തോണ്ട് ഞാൻ എന്ത് ചെയ്ത്, എല്ലാവരും ഐസ്ക്രീം മേടിച്ചോണ്ട് പോയി. ഞാൻ ആ ഐസ്ക്രീം ഡപ്പയ്ക്കകത്ത് തൂങ്ങിക്കിടന്നപ്പോഴത്തേക്ക് അത് അങ്കിള് എന്നെ കാണുന്നില്ല. ഞാൻ ചെറിയ കുട്ടിയാണല്ലോ. അങ്കിള് സൈക്കിൾ ചവിട്ടി അങ്ങനെ പോയി. അപ്പൊ മഴ നടക്കുക. അപ്പൊ മഴയ സമയത്ത് ഞങ്ങളുടെ പപ്പയുടെ കൂടെ ജോലിയുള്ള ഒരു അങ്കിളിന്റെ വൈഫ് ഇത് എന്നെ കണ്ടു. അപ്പൊ ഇത് ജോസഫ് സാറിന്റെ മോളാണല്ലോ എന്ന് പറഞ്ഞു ഓടി വന്ന് എന്നെ ആ സൈക്കിളുകാരനെ അവിടെ നിർത്തിയിട്ട് എന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ ഇരിക്കുക. അപ്പൊ എൻ്റെ മമ്മി എന്നെ അന്വേഷിച്ച് നടക്കുക, മഴ നടക്കുക. അപ്പൊ എന്നെ അന്വേഷിച്ച് നടന്ന് അപ്പൊ എന്നെ കണ്ടു. ആന്റിയുടെ അടുത്തുനിന്ന് എന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ അന്ന് ആ ക്യാമ്പിന് വെളിയിൽ ആന്റി എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ക്യാമ്പിന്റെ വെളിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ എന്താണെന്നോ ഒന്നും അറിയാനൊക്കത്തില്ല. അപ്പൊ അന്നും രണ്ടാമത്തെ മരണത്തിൽ നിന്നും ദൈവം എന്നെ സംരക്ഷിച്ചു. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയമാണ്. ഞാൻ 1989 ഡിസംബർ മാസം 11 യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം കൃപ നൽകി. അതിനുശേഷം ഡിസംബർ 13 ഞാൻ ജലത്തിൽ സ്നാനം ഏറ്റു. അതിനുശേഷം എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും. ഞാനൊരു സാധാരണ ഒരു ജോലി മീൻസ് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്ത് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ വിദ്യാഭ്യാസം കൂടെ അതും കൂടെ ഒന്ന് പറഞ്ഞാട്ടോ, സ്കൂൾ ലൈഫും കൂടെ ഒന്ന് പറഞ്ഞാട്ടോ. സ്കൂൾ ലൈഫിൽ ഞാൻ നാട്ടില് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നാട്ടിൽ ചെറുപ്പകാലം കഴിഞ്ഞ് പിന്നെ പഠിക്കുന്ന സമയമായപ്പോ എന്നെ പപ്പയും മമ്മിയും നാട്ടിൽ കൊണ്ടുവിട്ടു. അപ്പൊ നാട്ടിൽ ഞാൻ പഠിക്കുകയും 7ാം ക്ലാസ് വരെ ഞാൻ തൊടുപുഴയിൽ മമ്മിയുടെ വീട്ടിലായിരുന്നു പഠിച്ചത്. കുടയത്തൂർ ഹൈസ്കൂൾ പഠനശേഷം ഞാൻ തിരിച്ച് എൻ്റെ പപ്പയുടെ വീട്ടിൽ വന്നു, തറവാട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. തറവാട്ടിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞു. അവിടുന്ന് എനിക്ക് കോളേജ് ലൈഫിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ച സമയത്ത് ഞാൻ മർത്തോമ കോളേജിലാണ്, തുരുത്തിക്കാട് മർത്തോമ കോളേജിൽ ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഉച്ച സമയത്ത് ആഹാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് യൂത്ത് ക്യാമ്പുകളുണ്ട്. അപ്പോൾ അവിടെ പ്രേയറിനൊക്കെ പോവുകയും വരികയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിന്, ഇംഗ്ലീഷ് ക്ലാസ്സിന് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാർ എന്നെ വിളിച്ചു, നിഷ ജോസഫ് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റു. സാർ എന്നോട് ചോദിച്ചു, ഇപ്പം പഠിപ്പിച്ച കാര്യം എന്താ, ഏത് വിഷയമാണ് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ പിള്ളേരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ പഠിപ്പിച്ചെന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിനോട് പറഞ്ഞു, സാറേ കർത്താവിന്റെ 2ാമത്തെ വരവായി, ഇനി പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം അങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് അത് കേട്ടിട്ട്, സാറിനോട് ഒരു ക്രിസ്ത്യാനി സാറായിരുന്നു, വില്യം സാറിന്റെ പേര്. അപ്പോൾ സാറ് അതെല്ലാം കേട്ടിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടത് മാതാപിതാക്കൾ പഠിച്ച് നിങ്ങൾ നല്ല നിലയിലെത്തണം, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു യെസ് സാറേ ഞാൻ അന്നേരം കേട്ടില്ല. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ സാറിന്റെ പുറകെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ കേട്ടില്ല സാറേ, ഞാൻ വർത്താനം പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ നീ വർത്താനം പറയുന്നത് കണ്ടിട്ടാ ഞാൻ നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാറിനോട് സോറിയൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പപ്പയ്ക്ക് പോസ്റ്റിംഗ് വന്ന് കൽക്കട്ടയിൽ വന്നപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ കൽക്കട്ടയിൽ വന്ന് അങ്ങനെ ഇരിക്കുമ്പം ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ, സെക്രട്ടേറിയറ്റ് കോഴ്സിന് വിടാൻ വേണ്ടി ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ എന്നെ വിട്ടു. അപ്പം ഞാനും ചേച്ചിയും ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എൻ്റെ മനസ്സിൽ എനിക്ക് താല്പര്യമില്ല ടൈപ്പ് ഷോർട്ട് ഹാൻഡ് വഴി. എൻ്റെ ആഗ്രഹം നേഴ്സ് ആകുമ്പോൾ ഒത്തിരി പൈസ കിട്ടും, അതൊക്കെ എൻ്റെ ചിന്തായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ കൽക്കട്ടയിൽ ബന്ധക്കോസ്റ്റുകാരുടെ ഒരു നേഴ്സിംഗ്
കോളേജ് ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ അവിടെ 3 വർഷം നമ്മൾ സിറ്റിസൺ ആയിട്ട് താമസിച്ചതിന് ശേഷമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ബന്ധുക്കോസുകാർക്ക് ആദ്യം അഡ്മിഷൻ കിട്ടുന്നു, പക്ഷെ 3 വർഷം നമ്മൾ അവിടെ താമസിക്കണം എന്നൊരു നിബന്ധന. അപ്പൊ ഞാൻ വന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര നിരാശയായി. അപ്പൊ ലെറ്റർ തിരിച്ചു വന്നു, മോള് 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ആപ്ലിക്കേഷൻ ഇടുക, അപ്പൊ ഞങ്ങൾ എടുക്കാവുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് നിരാശ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അങ്ങ് നിരാശപ്പെട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം, നീ ലോകത്തിനായി ജീവിക്കാനല്ല എൻ്റെ വേലയ്ക്കുള്ളതാണെന്ന് ഒരു ശബ്ദം ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി. അത് കേട്ട ഉടനെ എൻ്റെ മനസ്സിലെ ഭാരമെല്ലാം അങ്ങ് മാറി. നല്ല ഉന്മേഷവും ഞാൻ കർത്താവിന്റെ വേലയ്ക്കുള്ള എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ ഈ ചെറുപ്പത്തില് ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് തിരുവല്ല ചർച്ചില് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ആത്മീയ രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും എൻ്റെ ഉള്ളിൽ മുഴുവൻ ജോലി ചെയ്ത് എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടോണ്ട് പിന്നെ ഞാൻ രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഓരോ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വചനത്തിൽ കൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കും. അതുകൂടാതെ സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ ഓരോ സ്വപ്നം കാണുമ്പം ഞാൻ വീട്ടിൽ മമ്മിയോട് പറയും. അങ്ങനെ ഞങ്ങള് കൽക്കട്ടയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധനാലയം 60 കിലോമീറ്റർ ദൂരെയാണ്. ക്യാമ്പിനകത്ത് ആരാധനാലയമില്ല, വെളിയില്ല. അപ്പം ഖരഗ്പൂർ വരെ പോകണം. അപ്പൊ ഞങ്ങള് എല്ലാ ആഴ്ചയിലും വിടത്തില്ല പപ്പ. അപ്പൊ ഞങ്ങള് മാസത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പോവുള്ളൂ. അപ്പൊ എല്ലാ ആഴ്ചയിലും പാസ്റ്ററുകൾ വീട്ടിൽ വരും. ചൊവ്വാഴ്ച വീട്ടിൽ വന്ന് വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പം ഞങ്ങളുടെ അയൽവക്കക്കാരെയൊക്കെ വിളിക്കും, ഞങ്ങളും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പാസ്റ്ററുകൾ എന്നോട് ഒരു ദൂത് പറഞ്ഞ്, പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വെളിപ്പാട് കണ്ട് ഞാനൊരു സുവിശേഷ വേലക്കാരിയായി തീരുന്നെന്ന്. അപ്പം പ്രയറൊക്കെ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ട്, ഞാനൊരു പ്രവാചകനല്ല, പക്ഷെ മോളെ കുറിച്ച് ഞാനിങ്ങനെ ഒന്ന് കണ്ട് സുവിശേഷ വേലക്കാരനായിട്ട് വേലയ്ക്ക് മോള് പോകുന്നതായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ ദൈവശബ്ദം കേട്ടതാന്ന് അങ്കിളിനോട് പറഞ്ഞു. അപ്പൊ അങ്കിള് പിന്നെ കുറെ ആലോചനകളൊക്കെ കൊണ്ട് അപ്പൊ പപ്പയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല. മീൻസ് പപ്പ ഒരു ജോലിക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് ആഗ്രഹം. അതല്ല, പക്ഷെ എന്റെ മനസ്സിൽ ദൈവശബ്ദം കേട്ടോണ്ട് ഞാനൊരു ദൈവിക ദർശനവും ദൈവികമായ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയെ കെട്ടിച്ചത് ചെന്നൈയിലാണ്. അപ്പൊ ചേച്ചിയുടെ വീട്ടില് കുഞ്ഞിനെ കാണാനായിട്ട്, ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ ചെന്നൈക്ക് ചെന്നപ്പം ഞങ്ങളുടെ ഉപ്പാപ്പന്റെ ഒക്കെ വീട്ടില് ചർച്ചിൽ ഒരു മീറ്റിംഗ്. അപ്പം മീറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്നപ്പം അവിടെ ചെന്ന് ഇരുന്നപ്പം നാട്ടിൽ നിന്ന് ഒരു പാസ്റ്ററുകൾ വന്ന്, ആ പാസ്റ്ററുകള് ചെപ്പ ടൈപ്പിസ്റ്റ് ചർച്ചിലാണ്. അപ്പൊ അവിടെ ഒരു അങ്കിള് വന്ന് എന്നോട് ദൂത് പറഞ്ഞു, നീ ദബാരെ പോലെ അങ്ങനെ ഒരു നിയോഗമാണ് നിനക്കുള്ളത്, നീ ഒരു വേലയ്ക്കുള്ളതാണ്. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ചെറുപ്പത്തിൽ ഉള്ള ഓരോ കാര്യങ്ങളും പ്രവചനമായിട്ട് ദൂത് അങ്കിള് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ദൈവത്തിൽ കൂടുതൽ അങ്ങ് വിശ്വാസമായി. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലെല്ലാം ദൈവം എന്നെ സംരക്ഷിച്ചല്ലോ, ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹം വീട്ടിൽ വന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ എന്നോട് ദൂത് പറഞ്ഞെന്ന്. പപ്പ അത് കേട്ടിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങള് അവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് ജാംനഗറിലെത്തി, ഗുജറാത്തിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെയും ചർച്ചിൽ പോകാനായിട്ട് ഇച്ചിരി ദൂരം. അപ്പം എല്ലാ ആഴ്ചയിലും വിടത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, വീട്ടില് എല്ലാ ആഴ്ചയിലും പ്രെയർ വെക്കും. അപ്പൊ ആ പ്രെയർ വെക്കുമ്പോൾ പാസ്റ്ററുകൾ വരും. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുകയോ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ വചനങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സമയം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദർശനം കാണും. അപ്പൊ ദർശനം കണ്ട് ഞങ്ങൾ 1995 പ്ലേഗ് വരുന്നതായിട്ട്, അതിനുശേഷം സുനാമി വരുന്നത് 96, പിന്നെ വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെ വരുന്നതിന് മുൻപ് ഓരോ ഇത് വരുമ്പം എന്നെ ദർശനം കാണിക്കുക. അപ്പൊ ഞാനത് പാസ്റ്ററുകളോടും മമ്മിയോടും ഒക്കെ വീട്ടിൽ പറയും. അപ്പം പറയും, ദൈവം മോളെ എടുത്ത് ഉപയോഗിക്കുന്ന, ഇനിയും പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയിൽ കൂടെ. അങ്ങനെ ഞാൻ വീട്ടു പ്രയറുകൾക്കെല്ലാം അങ്ങനെ പോയി. അങ്ങനെ ഓരോ
കാര്യങ്ങൾക്ക് ദേവദാസന്മാരും വിശ്വാസികളും ഒക്കെ പ്രയർന്ന് കാര്യം പറയാം. ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെല്ലാം വിടുതൽ തരുന്നുണ്ട്. അങ്ങനെ വിടുതൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചില് 10 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച്. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞാൻ തയ്യാറായി. ഞാൻ സൈക്കിൾ ചവിട്ടി 10 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ ചർച്ച് ജാംനഗറിൽ. അപ്പൊ ക്യാമ്പിൽ നിന്ന് 10 കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചവിട്ടി അവിടെ ചെല്ലും. രാവിലെ ചെന്ന് പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരും. അപ്പൊ ലാസ്റ്റ് ദിവസം ആയപ്പം ദേവദാസൻ നാട്ടിൽ നിന്ന് വന്ന ദേവദാസൻ പറഞ്ഞു, വേലയ്ക്കായിട്ടുള്ളവര് സമർപ്പിക്കാനുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും അവിടെ ജാംനഗറിലെ ഒരു പാസ്റ്ററിന്റെ മോളും പിന്നെ വേറൊരു മോനും, അങ്ങനെ ഞങ്ങൾ 3 പേരും സുവിശേഷ വേലയ്ക്ക് ഇരുന്നു. അപ്പൊ ഈ വിവരം പപ്പ അറിഞ്ഞ്, ക്യാമ്പിൽ വെച്ച് അറിഞ്ഞ് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര വഴക്ക്. നീ ആരോട് ചോദിച്ചിട്ടാ നീ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് സമർപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം എനിക്ക് ഭയങ്കര ധൈര്യം, എങ്ങനെ വന്നെന്ന് ദൈവത്തിന്റെ കൃപയാ, അത് അല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പം പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, എനിക്ക് ഉള്ളതിനെ ദൈവം കരുതിക്കൊള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇരിക്കുമ്പോൾ അതേ ഞായറാഴ്ച പപ്പ ആരാധനയ്ക്ക് വന്നു. അപ്പം ഇങ്ങനെ പാസ്റ്റങ്ങള് ചർച്ചപ്പോടിലെ ഒരു അങ്കിളാണ് വന്നത്. ആ അങ്കിൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ദൈവാത്മാവ് ഹേമിച്ചിട്ട് എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു അപൂർവ കാര്യം നിങ്ങളിൽ സംഭവിക്കും, നിങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ തയ്യാറാങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം എന്നെ അങ്കിള് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പപ്പ പറഞ്ഞു, നീ ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാനൊക്കത്തുള്ളൂ, പാസ്റ്റർമാരെ ഒന്നും കെട്ടാൻ സമ്മതിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ആലോചനകളെല്ലാം വന്നിട്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടം, എനിക്ക് ആരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയായി. അപ്പൊ പപ്പ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ നാട്ടിൽ വിടാമെന്ന് പറഞ്ഞ് എന്നെ നാട്ടിൽ എൻ്റെ മമ്മിയുടെ വീട്ടിലെ തൊടുപുഴ വിട്ടു. അവിടെ വന്ന് ഒത്തിരി പേര് കാണുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പൊ 1 വർഷമായിട്ടും എനിക്ക് ആരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വന്നപ്പോ പപ്പയ്ക്ക് പിന്നെ ദേഷ്യമായി. പപ്പ പറഞ്ഞു, അവളെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മി 3 ദിവസം ഉപവാസം ഇരുന്നു. അപ്പൊ ഞാനും വീട്ടില് തൊടുപുഴയില് നാട്ടിൽ ഉപവാസം ഇരുന്നു, മമ്മി ജാംനഗറിൽ ഉപവാസം ഇരുന്നപ്പോ എനിക്കൊരു ദർശനം കിട്ടി. മെയ് 10-ാം തീയതി ഒരു ചെറുക്കൻ വരും, ആ ചെറുക്കനാണ് നിന്നെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഞാനത് മമ്മിയോട് പറഞ്ഞ് ഈ 3-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ ഉടനെ എൻ്റെ അച്ഛൻ്റെ പപ്പ എന്നെ കാണാൻ തൊടുപുഴ വന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പപ്പ അങ്ങ് പോയി. ഡിസംബറിൽ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് അപ്പം ഈ ചെറുക്കന് ആകെയല്ലോ, എനിക്ക് ഡേറ്റ് ദൈവം തന്നിരിക്കുന്ന മെയ് 10. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കാണാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡെറാഡൂണിൽ അച്ഛന് അന്നേരം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക സെമിനാരിയില്. അപ്പൊ മെയ് 10-ാം തീയതി അച്ഛൻ വന്ന് എന്നെ അപ്പം ഈ അച്ഛൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ ഇറങ്ങിയതിന് ശേഷം പാഴ്സനേജിൽ 1 വർഷം താമസിച്ച് ഇരിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ബൈബിൾ കോളേജിൽ കുമ്പനാട്ട് പോയി 21 ദിവസം ഉപവാസം എടുത്തപ്പോ അന്നത്തെ ഭയങ്കര ആത്മീയരായ ദേവദാസന്മാരായിരുന്നു. അപ്പൊ അന്നേരം ഭാവി വധുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആശാനെ ദൈവത്തോട് അടയാളം ചോദിച്ചു. അപ്പൊ ദൈവം ഒരു അടയാളം കൊടുത്തു. താടിയില് വടക്കുന്ന് വരുന്ന ഒരു പെണ്ണാണ്, താടിയില് പക്ഷി പറക്കുന്ന ഒരു അടയാളമുണ്ട്, വെളുത്ത പെണ്ണ്, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ്റെ ഒക്കെ കൂടെ പഠിക്കുന്ന ഒരു ദേവദാസൻ AG ചർച്ചിലെ ജോയി എന്ന് പറഞ്ഞ ഒരു പാസ്റ്റങ്ങൾ പറഞ്ഞ് ജൂൺ മാസം 28-ാം തീയതി നിന്റെ കല്യാണം നടക്കുന്നതെന്ന് വെളിപ്പാട് പറഞ്ഞു. അപ്പോൾ എന്നെ വീട്ടിൽ മെയ് 10-ാം തീയതി വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോ ഞാൻ അച്ഛൻ സോഫ സെറ്റിയിലിരിക്കുക, ഞാൻ നിൽക്കുക. അപ്പൊ എന്റെ താടിയിൽ ഈ അടയാളം കണ്ട. അപ്പൊ ഈ പെണ്ണ് തന്നെ ദൈവം എന്നെ കാണിച്ചത്. അപ്പൊ എന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടവും പ്രയാസവും അതൊക്കെ നീ സഹിക്കുവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അന്നേരം എല്ലാം യേശു വെച്ചു കഴിഞ്ഞു. പിന്നെ അച്ഛനങ്ങ് പോയിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, അപ്പം ഈ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജൂൺ 28-ന് കല്യാണം. അപ്പം കാർഗോ യുദ്ധം നടക്കുക, പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയ 99-ല്. അപ്പം എൻ്റെ പപ്പ കാർഗിൽ യുദ്ധത്തിന് പോയിരിക്കുക. അപ്പൊ പപ്പയ്ക്ക് ലീവ് കിട്ടത്തില്ല. അപ്പൊ പപ്പ പറഞ്ഞ്, എനിക്ക് ലീവ് കിട്ടത്തില്ല, ജൂൺ 28 എന്നുള്ളത് മാറ്റി വെക്കാൻ പറഞ്ഞു. യുദ്ധം
ദിവസം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ് സമ്മതിച്ചില്ല, എനിക്ക് 28-ാം തീയതി തന്നെ ഈ പെണ്ണിനെയും തന്നെ കല്യാണം വേണം, 28-ാം തീയതി തന്നെ കല്യാണം. അങ്ങനെ ആയപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അമ്മാച്ചന്മാരൊക്കെ കൂടി, അമ്മാച്ചന്മാരുടെ വീട്ടിലല്ലേ നിൽക്കുന്ന, അമ്മാച്ചന്മാർ കൂടി കല്യാണം നടത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം ജൂൺ 28-ാം തീയതി കല്യാണം നടന്നു. അവര് ചർച്ചില് 7 ദിവസം ഉപവാസം, ജൂൺ മാസം മഴയാ, ഭയങ്കര മഴ. അപ്പം 7 ദിവസം ഉപവാസം എടുത്തു. അപ്പൊ ആ 7 ദിവസം അവർക്ക് ആ ദേശത്ത് മഴയൊന്നും ഉണ്ടായില്ല. അപ്പൊ കല്യാണത്തിന്റെ അന്ന് മഴയില്ലായിരുന്നു, അതിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴയായി. അതിനുശേഷം അങ്ങനെ ഇരിക്കും. കല്യാണത്തിന്റെ അന്ന് തലേ ദിവസം പപ്പ വീട്ടിൽ വന്നു. ഞങ്ങൾ എല്ലാരും വണ്ടറായി, അത്ഭുതപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധ സമയത്ത് എങ്ങനെയാ ലീവ് കിട്ടുന്നത്? അച്ഛൻ പപ്പ അങ്ങനെ രാജസ്ഥാനിലായിരുന്നു അന്ന് യുദ്ധത്തിന് പോയത്. അപ്പൊ രാജസ്ഥാനിൽ ഇരുന്നപ്പം ഒരു ഓഫീസർ ലേഡി വന്ന് ചോദിച്ചു, എന്താ ജോസഫ് ഇങ്ങനെ ഉദാസീനമായിട്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ മോളുടെ കല്യാണം, എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ മേഡം എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നാലും ജോലിയൊന്നും ശ്രദ്ധയായിട്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് നീ പോയിട്ട് കറക്റ്റ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വണ്ടി കയറി ഇവിടെ വന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം എന്റെ വിവാഹത്തിന് ശേഷം പിറ്റേ ദിവസം പപ്പ തിരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 2000 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കച്ചില് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് അവിടെ വന്നപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയി ഇരിക്കുമ്പോൾ അപ്പൊ വിവാഹത്തിന് മുമ്പ് അച്ഛന് 2 കുട്ടികൾ വേണം, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മക്കളുടെ പേര് വരെ അച്ഛൻ വെച്ചിരുന്നു. ആശിഷ് എന്ന് മോന്റെ പേര്, മോളുടെ പേര് ആഷിമേന്നു. അതുപോലെ തന്നെ ആ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങള് ഗുജറാത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ 2-3 വിശ്വാസികളെ ഉള്ളായിരുന്നു. അപ്പൊ ഒരു പോലീസ് അങ്കിളും, അവിടുത്തെ ഗുജറാത്ത് പോലീസ് അങ്കിള്, പിന്നെ ഒരു സെക്രട്ടറി, ഞങ്ങളുടെ എയർഫോഴ്സിലെ ഒരു അങ്കിള്, പിന്നെ വേറൊരു ഫാമിലി ബിജു എന്ന് പറഞ്ഞു. അങ്ങനെ 3 ഫാമിലിയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇങ്ങനെ പ്രവർത്തിക്കാനൊക്കെ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു സബ്ജിയില്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് പ്രവർത്തനത്തിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങള് പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിസിറ്റിങ്ങിന് പോയി, ഇങ്ങനെ ഹോസ്പിറ്റൽ ടാക്സ് ഒക്കെ കൊടുക്കാനും അങ്ങനെയെല്ലാം പോയിട്ട് തിരിച്ച് ഞങ്ങൾ സന്ധ്യ ആയപ്പം കയറി വന്നപ്പോ ഞങ്ങളുടെ സ്റ്റെപ്പില് 5 തരം സബ്ജി, ഒരു ബാഗ്, ബിഗ് ഷോപ്പർ നിറയെ സബ്ജികൾ, 5 തരം ഗാവിന്ന് സബ്ജി എടുത്തോണ്ട് പച്ചയ്ക്ക് പച്ച സബ്ജി എടുത്തോണ്ട് വെച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ ട്രഷറിന്റെ അങ്കിളായത് അന്നത്തെ റെജി തോമസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ അങ്കിളും ആന്റി സിസിലി ആന്റിയും കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ്. അപ്പൊ ദൈവം ഞങ്ങൾക്ക് ഇല്ലായ്മയിൽ ദൈവം അവിടെ നമുക്ക് കരുതുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നത്. ദൈവം അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മിറക്കിൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെ പോകും. അന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഒരു 8 ഭാഷക്കാരെ ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് കിട്ടി. അങ്ങനെ 10-40 പേര് നല്ല ആത്മീയ ആരാധന അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അച്ഛന് ഭാഷ അറിയാത്തതുകൊണ്ട് അച്ഛൻ രാവിലെ എന്ത് ചെയ്യും, രാവിലെ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും. അവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ഞങ്ങൾ സുവിശേഷം പറയുക, വീട്ടിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ളൊരു എല്ലാവിധ പ്രവർത്തന ആൾക്കാരെ വരാനായിട്ട് വിശ്വാസത്തിൽ ആൾക്കാരെ അങ്ങനെ വരുത്താനും. പിന്നെ ക്യാമ്പിലൊക്കെ പോയി ഞങ്ങള് സുവിശേഷം പറയും, ബൈബിൾ ക്ലാസ് നടത്തി. അങ്ങനെ ഒത്തിരി സിവിലിയൻസ് ആയ ആൾക്കാർ, അങ്ങനെ ഒത്തിരി പേര് ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ എന്റെ ഡെലിവറി കഴിഞ്ഞ് ഡിസംബർ മാസം ഈ നമ്മുടെ 31 വാഗ്ദത്തവാക്കി എടുക്കും. അപ്പം ഞാൻ കിച്ചണില് കോഫി അരത്തുക, പിന്നെ കോഫിയും പിന്നെ കേക്കുവാ കൊടുക്കുന്നത്. അപ്പം കോഫി അരത്തിക്കൊണ്ടിരുന്നപ്പോ എല്ലാവർക്കും വാഗ്ദത്തവാക്യം എനിക്കും അച്ഛൻ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ കുഞ്ഞിനും കൂടെ ഒരെണ്ണം എടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് കുഞ്ഞിനൊരു വാഗ്ദത്തവാക്യം എടുത്തു. അത് ഇതാണ്, ആവർത്തന പുസ്തകം 8:7, നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാ കുഞ്ഞിന് കിട്ടിയ. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്കും അന്നേരം മനസ്സിലായില്ല. പിന്നെ അത് അങ്ങനെ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കൊടുത്തു, പിന്നെ കേക്കും ഒക്കെ കഴിച്ചു. പിന്നെ വിശ്വാസികളെല്ലാരും പിരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ എന്റെ മമ്മിയും
ആങ്ങളെ വന്നിട്ട് തിരിച്ച് ചണ്ഡീഗഡിന് അവർ തിരിച്ചു പോയി. അപ്പൊ പിന്നെ ആ സമയത്ത് നാട്ടിൽ നിന്ന് അച്ഛൻ്റെ പപ്പയും മമ്മിയും വീട്ടിൽ വന്ന് അപ്പൊ അവര് 2-3 ആഴ്ചയോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുമ്പനാട് കൺവെൻഷൻ നടക്കുക. അപ്പൊ അച്ഛൻ കൺവെൻഷന് പോകാനായിട്ടുള്ള തയ്യാറിൽ പപ്പയെ നാട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അവരും രണ്ടുപേരും നാട്ടിൽ പോയി. പിന്നെ ഞാനും അച്ഛൻ്റെ മമ്മി ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേര്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മയെ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 3 മാസം 90 കഴിഞ്ഞല്ലോ, നമുക്ക് ഇനി വിശ്വാസികളെയൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു എന്നാ നമുക്ക് പോകാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അന്ന് കുഞ്ഞിനെ കൊണ്ട് ഒരുക്കി ഞങ്ങള് ക്യാമ്പിന്റെ അടുത്ത് ഒരു തെലുങ്ക് വിശ്വാസി ഭവനത്തിൽ പോയി. അവിടെ ചെന്നപ്പോ ഒരു ആന്റി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആന്റിയെ കണ്ടപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അവര് സൂസൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാ, നീ അവളോട് സുവിശേഷം പറയാൻ. ദൈവാത്മാവ് പറഞ്ഞപ്പോ ഞാൻ ആ ആന്റിയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഞാൻ ഓരോ കാര്യം ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഞാൻ ആന്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം കേട്ടിട്ട് ആന്റി പറഞ്ഞു, സത്യമായി ഞാൻ സൂസൈഡ്, അവിടെ ഒരു തലാവുണ്ട്, ആ തലാവിൽ പോയി ചാകാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ചാകല്ലും മേഡം, നിങ്ങള് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിൽ പോയി. അടുത്ത വീട്ടിൽ തമിഴ് ഭവനമാണ്. അവിടെ ചെന്ന് അങ്കിളുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, നമുക്ക് ഒത്തിരി വിശ്വാസം, ഇവിടുത്തെ ഭാഷക്കാരായ ആൾക്കാരെ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ എങ്ങും പോയില്ല. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പം പ്രാർത്ഥിക്കാനിരുന്നപ്പം യെശയ്യാ പ്രവചനം 24 അധ്യായത്തിൽ ഞാൻ വായിച്ചു. സന്ധ്യപ്രാർത്ഥനയ്ക്ക് വായിച്ചപ്പം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, നീ പിന്നെ അത് വായിക്കാൻ. ഞാൻ പിന്നെ അത് വായിച്ചു. പിന്നെയും വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ ഭൂകമ്പം ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്ന് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് അന്ന് ഇങ്ങനെ ജനുവരി 14-ാം തീയതി പട്ടം പറപ്പിക്കുന്ന മത്സരമുണ്ട്. അപ്പൊ ഞങ്ങൾ ടെറസിന്റെ മുകളിൽ 5 മണിയാക്കുമ്പോ ചൂടാ. അപ്പൊ അവിടെ പോയി ഇങ്ങനെ ടെറസിന്റെ മുകളിൽ ഇരിക്കുമ്പോ ഇവരെല്ലാം അപ്പൊ അമ്മ പറഞ്ഞു, ഇവരെല്ലാം വിശ്വാസത്തിൽ വരുവാണെങ്കിൽ നല്ല മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരും അമ്മ, ഇവരെല്ലാരും നമുക്ക് വിശ്വാസികളായി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് സന്ധ്യപ്രാർത്ഥന ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരം, എന്തൊന്നില്ലാത്ത ഭാരം. അപ്പം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പിന്നെയും മനസ്സിന് ഭാരം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവിന് എന്തോ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നപ്പോ ഞാനൊരു ദർശനം കാണുക. ദർശനം ഇങ്ങനെയാണ്, അച്ഛന് പണ്ടത്തെ ഇരുമ്പ് കസേരയുണ്ടല്ലോ, ഇതിങ്ങനെ മടക്കി വെക്കാന്ന്, ഫോൾഡിങ് ടൈപ്പ്, ആ കസേരയിൽ ബൈബിളുമായിട്ട് ഇരിക്കുന്നു. ഞാൻ അടുത്ത് പോയി എന്റെ ബൈബിളുമായിട്ട് ഇരിപ്പുണ്ട്. കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞെന്ന് പറഞ്ഞ് ഞാന് ചാടി എഴുന്നേറ്റ്. അന്നേരം ഒരു ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങി, മലാഖി പുസ്തകം വായിക്കാൻ. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പം മമ്മി ഇപ്പുറത്ത് കിടപ്പുണ്ട്, കുഞ്ഞ് നടുക്ക് കിടപ്പുണ്ട്, ഞാൻ അപ്പുറത്തും കിടപ്പുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. അതിനകത്ത് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ളതാണ്. അപ്പം അത് കണ്ട് ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെയൊന്നും സ്വപ്നം കണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കുഞ്ഞിനെ കാണുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛൻ്റെ ഫോൺ വന്ന് അച്ഛനെ കോൾ ചെയ്തപ്പോൾ അച്ഛനോടും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അടുത്തടുത്തുള്ള കടകളിലും ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ അങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ദൈവത്തിന്റെ ഒരു രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുക, ഒരു വല ഇട്ടിരിക്കുക. ആ വലയുടെ അകത്ത് ഞാനും അച്ഛനും ഉണ്ട്. അപ്പൊ അതിനകത്ത് വെള്ളം, പല കളറുള്ള വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകുക. പിന്നെ അതിനകത്ത് മീനുകൾ, ചീഞ്ഞ മീനുകളുണ്ട്, ചത്ത മീനുകളുണ്ട്, പിന്നെ പിടയ്ക്കുന്ന മീനുകളുണ്ട്. അതിനകത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ അതിനകത്തൂടെ ഇങ്ങനെ നടക്കുക. നല്ല വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ വലയുടെ ഉള്ളിലാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പെറുക്കിയെടുക്കുക. അങ്ങനെ ഒരു ദർശനം കണ്ടു. അപ്പൊ അത് ഞാൻ അച്ഛനോട് ഇങ്ങനെ ഞാൻ കണ്ട എന്താന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു.
അപ്പൊ നീ പ്രാർത്ഥിക്കും, കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവം കാണിക്കുമെന്ന്. അപ്പൊ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മള് അച്ഛൻ കുമ്പനാട്ട് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ട് ദൈവദാസന്മാര് എല്ലാരും ഞങ്ങൾ ഒത്തുചേർന്ന് പ്രവാചകന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തുചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അത് ഭയങ്കര ഒരു ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നാട്ടിൽ പോയപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് 5 പേര് കൂടിയിരുന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവദാസന് ദൂത് കണ്ട് ഞങ്ങളുടെ ചർച്ചില്, അതായത് ഞങ്ങളുടെ ബുജിലെ ചർച്ചിൽ 5 പേര് മരിച്ചു പോകുന്നു. അപ്പൊ പാസ്റ്റർ അച്ഛനോട് ഇങ്ങനെ ഒരു ദർശനം കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് വിശ്വാസം വന്നില്ല. നമ്മുടെ ആൾക്കാരെല്ലാം, നമ്മുടെ വിശ്വാസികള് എല്ലാം യങ്ങസ്റ്റാ, ഒത്തിരി പ്രായമുള്ള, അന്നത്തെ നമ്മുടെ ചിന്താഗതി ഒത്തിരി പ്രായമുള്ളവരാ മരിക്കുന്നത്, ചെറുപ്പക്കാരൊന്നും മരിക്കുക എന്നുള്ള ചിന്താഗതി ഇല്ല. അപ്പൊ ഈ കാര്യം എന്നോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ബുധനാഴ്ച നമ്മുടെ കൺവെൻഷന് നമ്മുടെ കെ.സി. ജോൺ പാസ്റ്ററങ്കിള് ദൂത് വിളിച്ചു പറയാ, ഗുജറാത്തിൽ ഭൂകമ്പം വരുന്നു, അവിടുന്ന് കുറെ ആൾക്കാർ മരിക്കും, കുറെ പേര് രക്ഷപ്പെടും. അങ്ങനെ ദൂതും കിട്ടി. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവര് വ്യാഴാഴ്ച ട്രെയിൻ കയറി. ഞങ്ങള് രാത്രിയില് വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കുഞ്ഞും കൂടെ വന്ന്, അമ്മ 3 മണി വരെ കുഞ്ഞിനായിട്ട് കളിപ്പിച്ചോണ്ടിരുന്നു, ഉറങ്ങിയില്ല. ഉറങ്ങാതിരിക്കുമ്പോ അത് കഴിഞ്ഞ് പിന്നെ 6 മണിയായപ്പം പാല് വന്നപ്പോ ഞാൻ പാല് മേടിച്ച് ഫ്രണ്ട് റൂമിലാണ് ഞങ്ങളുടെ ആരാധന. അപ്പൊ ആ ഫ്രണ്ട് റൂമിൽ ടീപ്പോയിൽ കൊണ്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വീട്ടിൽ റൂമിനകത്ത് കയറി വന്നങ്ങ് കടന്ന് ഉറങ്ങി. ഒരു 8:30 ആയപ്പോ എന്റെ തുടക്കിട്ട് ആരോ തട്ടിയപ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് ചമ്പളക്കുടുക്ക് ഇട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ടെമ്പാലായപ്പം ഊഞ്ഞാലാടുന്ന പോലെ നമ്മുടെ റെയിൽവേ പട്ടറിയുടെ അകത്തൂടെ പാലത്തിന്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുമ്പോ എങ്ങനെ ശബ്ദം ഉണ്ടാകുന്നു, അതേ ശബ്ദത്തിൽ ഞങ്ങളുടെ ബിൽഡിംഗ് കടന്ന് ആടുക. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ജീവൻ കിട്ടുകയില്ല. അപ്പൊ എന്റെ ആത്മാവിനെ ദൈവത്തിന്റെ സമർപ്പിച്ചു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് ഒരു പോലീസുകാരനങ്ങളുടെ വീട്. അപ്പൊ അവിടുത്തെ ബഹൻ എന്നെ വിളിക്കുന്നുണ്ട് സുജാബേൻ നീച്ച ആജാവെന്ന്. എന്റെ ഒഫീഷ്യൽ പേര് നിഷ ജോൺസൺ എന്നാണ്, പക്ഷെ എന്നെ വീട്ടിൽ എല്ലാരും അറിയപ്പെടുന്ന സുജ എന്ന്. അപ്പൊ എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, മരിക്കുന്നതിന് മുമ്പ് എന്റെ ആത്മാവിനെ ദൈവത്തിൽ പരമേൽപ്പിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജീവനെ ദൈവത്തിന്റെ കൈരങ്ങളിൽ ഏൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഭൂകമ്പമൊക്കെ നിന്നപ്പോ ഞങ്ങള് ബുജി സിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ സിറ്റിയിൽ അവിടെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കിയപ്പോ അവിടെ മുഴുവൻ പൊടിപടലങ്ങളും കരച്ചിലും ബഹളവും, ഞങ്ങളുടെ അങ്ങപ്പുറത്തേക്ക് ബിൽഡിംഗ് എല്ലാം പോയി കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ സൈഡിൽ ഞങ്ങൾ സ്റ്റെപ്പ് കയറുന്ന ആ ബിൽഡിംഗ് മൊത്തം പോയി. അപ്പൊ ഞങ്ങള് അവിടുന്ന് താഴെ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലെ ദീദിയുടെ പായും എടുത്ത്, 2 ദീദിമാരുണ്ട്, 2 പയ്യന്മാര്. അപ്പൊ അവരുടെ ദീദിമാരും പിന്നെ മൂത്ത മോന്റെ മോളും ഞാനും അമ്മയും കുഞ്ഞും കൂടെ അവിടെ പായില് രാജാറാം ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ തൊട്ടു ഫ്രണ്ടില്. അവിടെ പോയി ഞങ്ങൾ ഇരിക്കുമ്പം കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, ഡെഡ് ബോഡികൾ, കരച്ചില്, അങ്ങനെ ഭയങ്കര ബഹളാണ്. അപ്പൊ അങ്ങനെ ആയപ്പോ ആദ്യം ഞങ്ങളെ വിശ്വാസത്തിൽ വരാത്ത ഒരു ബ്രദറാണ് തൃശ്ശൂരുള്ള BSF ഒരു ബ്രദർ, ആന്റോ ബ്രദർ ഓടി വന്നു. അപ്പൊ പാസ്റ്റർ നാട്ടിൽ പോവാന്ന് അറിയായിരുന്നു. അപ്പൊ പാസ്റ്റർ ഇല്ലല്ലോ, സിസ്റ്ററെ അന്വേഷിക്കാൻ വന്ന. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബ്രദർ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രദർ പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ അവിടെ ക്യൂവില് ചോലയും പൂരിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്നാ ചോലയും പൂരിയും മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ക്യൂവിൽ പോയി നിൽക്കുക. അമ്മയും കുഞ്ഞും ചേച്ചിമാരും എല്ലാം അങ്ങേ സൈഡിൽ ഇരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ക്യൂവിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ സെക്രട്ടറി റിച്ചാർഡ്സൺ അങ്കിൾ എന്ന് പറഞ്ഞ ഒരു MW അങ്കിൾ വന്നു പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇല്ലല്ലോ സിസ്റ്ററെ, ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ ഗ്രാമത്തിലല്ലേ താമസിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വാ, അവിടെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അമ്മയോട് ചോദിച്ചു, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്കിവിടെ ആരുമില്ലല്ലോ, അപ്പൊ നമ്മുടെ വിശ്വാസികളുടെ കൂടെ പോകാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു പോകാന്ന്. അങ്ങനെ ഞങ്ങള് അവിടെ പോയി. സംസ്കാര നഗർ ഗ്രാമത്തിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ രഞ്ജിത്ത് എന്നും പറഞ്ഞൊരു പോലീസുകാരൻ ബ്രദറും പിന്നെ റെജി അങ്കിളും ഫാമിലി, ഞങ്ങള് റിച്ചാർഡ്സൺ ആന്റിയും പിന്നെ ഞങ്ങളും, അങ്ങനെ 4 ഫാമിലി അവിടെ ഒന്നിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഭൂകമ്പം വന്ന് വ്യാഴാഴ്ച അവര് ട്രെയിനിൽ കയറിയപ്പം
ജനുവരി 26 ഭൂകമ്പം ഉണ്ടായപ്പോഴത്തേക്ക് ഇതെല്ലാം ഇവര് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോ അപ്പൊ അച്ഛന് ബുജ്ജു മൊത്തം തകർന്നു പോയെന്നാ പറഞ്ഞ. അപ്പം ഞങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ നമ്മള് അഹമ്മദാബാദിലെത്തി. അപ്പൊ ഒരു ആർമിയിലെ ഒരു അങ്കിളിനെ കണ്ട്. അപ്പൊ ആ അങ്കിള് ബുജ്ജിലേക്ക് ഡ്യൂട്ടിക്ക് വരുക, ലീവ് കഴിഞ്ഞ് വരുക. അപ്പൊ ആ അങ്കിള് പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ സാറേ കാറിൽ പോകാന്ന് പറഞ്ഞു. വണ്ടിയൊന്നുമില്ല. അപ്പം കാറ് പിടിച്ചു അങ്ങനെ വന്നു. പാല് എല്ലാം പൊട്ടിപ്പോയായിരുന്നു. പിന്നെ അവിടുന്ന് ഇക്കരെ വന്നിട്ട് പിന്നെ കാറിൽ വന്ന് ഗാന്ധിധാമിന്ന് ബുജ്ജു വരെ അന്ന് ട്രെയിൻ ഇല്ല, ബസ്സേ ഉള്ളൂ. അപ്പൊ ആ അങ്കിള് വന്ന് ആ വണ്ടിയിൽ 900 രൂപ കണ്ട് കൊടുത്ത് അവിടെ വീട്ടിലെത്തിയപ്പോ അവിടെ എഴുതി വെച്ചു, സുജാതേനും കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല, അവര് സംസ്കാർ നഗർ ഗ്രാമത്തില് റിച്ചാർഡ്സൺ അങ്കിളുടെ വീട്ടിലാണ് എഴുതി വെച്ചിട്ടുണ്ട് ഗുജറാത്തിൽ. അച്ഛൻ അതെടുത്ത് വായിക്കാൻ, ഗുജറാത്തി വായിക്കാൻ അറിയത്തില്ല. പിന്നെ താഴെ കൊണ്ടുവന്ന് ഞങ്ങൾ താഴെ ഐസ്ക്രീം പാർലർ നടത്തുക ഞങ്ങളുടെ വീട്ടുകാര്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഗുജറാത്തിയിൽ ഇന്ന എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം സൂററ്റുകാരാ, അവര് സൂററ്റിലേക്ക് പോയി. അപ്പൊ അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വേറൊരു വ്യക്തിയെ കൊണ്ട് വായിച്ചിട്ട് അച്ഛൻ അവിടെ സംസ്കാർ നഗർ ഗ്രാമത്തിൽ വന്നു. അവിടെ വന്ന് കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, നമുക്ക് ക്യാമ്പിൽ നമ്മുടെ വിശ്വാസികളുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ അവരെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോകാനായിട്ട് തുടങ്ങി. അപ്പൊ മമ്മി പറഞ്ഞ് ഞാനും കൂടെ വരുന്നെന്ന്. ഞാൻ ആ മമ്മിയോട് പറഞ്ഞു, മമ്മി വരണ്ട, മമ്മി അത്രയും ദൂരമല്ലേ, മമ്മി ഇവിടെ ഇരിക്കെ, ഞാനും കുഞ്ഞും അച്ഛനും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും പോയി. അപ്പൊ അന്ന് ഞങ്ങൾക്ക് 35 രൂപ മതി ക്യാമ്പ് വരെ. അപ്പൊ ഓട്ടോക്കാരൻ ഞങ്ങളോട് 100 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു 100 രൂപ തരികയല്ല, ഞങ്ങൾ നടന്നു പോക്കോളാന്ന് പറഞ്ഞ് ഞാൻ 3 കുഞ്ഞിന് ഇരുത്തി പാലൊക്കെ കൊടുത്ത് അവിടെ എത്തി. ക്യാമ്പിന്റെ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പം ഓ ബഹൻ ആപ്പാ ഭഗവാൻ, ഈശു ഭഗവാൻ, ജിന്ദാ ഭഗവാനാ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറഞ്ഞു. അവര് 4 നിലയുടെ മണ്ടേന്ന് പോകുമ്പോ സമയത്ത് താഴോട്ട് ചാടി, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പറഞ്ഞു, യേശു ഭഗവാനാ നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങൾ ഇനി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, അനുഗ്രഹിച്ചിട്ട്. ഞാൻ ക്യാമ്പിനകത്തേക്ക് പോയപ്പോൾ എന്റെ പപ്പ ചണ്ഡീഗഡിൽ നിന്ന് ബുജ്ജു ക്യാമ്പിലെത്തി, എയർഫോഴ്സ് ക്യാമ്പിലെത്തി. പക്ഷെ അന്ന് വരുമ്പം ഈ 26 തീയതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കയ്യിൽ ആ സമയത്ത് പൈസ ഒന്നും ഇല്ലായിരുന്നു. പപ്പയുടെ കൂട്ടുകാരൊക്കെയാണ് പൈസയൊക്കെ കൊടുത്ത് വാറണ്ടുണ്ടായിരുന്നു. എന്നാലും വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ ഒക്കെ ആവശ്യത്തിന് വേണമല്ലോ. അപ്പൊ ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് ഡ്രൈ ഫ്രൂട്ടും ആയിട്ടാണ് വന്നത്. അവിടെ വന്ന് ക്യാമ്പിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ക്യാമ്പിലുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിശ്വാസികളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് ഇവിടെ എത്തി, സംസ്കാർ നഗറിലെത്തി. ആ സമയത്ത് പപ്പ വെളിയിലിറങ്ങി. അപ്പൊ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വിദേശികൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോയി ഒത്തിരി പേരെ പപ്പ രക്ഷിച്ചു, മണ്ണിന്റെ അടിയിൽ നിന്നും ബിൽഡിങ്ങിൽ നിന്നും എല്ലാം. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ എന്റെ കുഞ്ഞും എന്റെ മോനും മരുമോനും കൊച്ചുമോനും എവിടെയാ എന്താ ഒന്നും അറിയത്തില്ല. പപ്പ വന്നിട്ടില്ലായിരുന്നു ബുജില്. അതിനു മുമ്പ് മമ്മിയും ആങ്ങളെയും കൂടെ വന്നേ. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുക, വിഷമിച്ച് ഇങ്ങനെ നടക്കുമ്പോ രാത്രിയായപ്പം മലയാളത്തിൽ 2 സ്ത്രീകൾ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നു. പപ്പ ഓടി അവരുടെ അടുത്ത് ചെന്ന് അപ്പൊ പറഞ്ഞ്, എന്റെ പേര് ജോസഫ, എന്റെ മരുമോൻ ജോൺസൺ പാസ്റ്ററാണ്, വൈഫ് സുജയാണ്, ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ അറിയാം അവർ ഐറ്റിസുകാരല്ലേ, അറിയാന്ന് പറഞ്ഞു. അങ്കിൾ ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കും, നാളെ ഞങ്ങൾ അവിടെ കൊണ്ടുവിടാം, ഇവിടുന്ന് ഒത്തിരി ദൂരമാണ് പറഞ്ഞു. അങ്ങനെ അവര് സിറ്റിയിൽ അന്ന് സിസ്റ്റർമാരുടെ കൂടെ താമസിച്ചു. രാവിലെ ആയപ്പോ ആർമിയിലെ ഒരു അങ്കിളിന്റെ മോനെയും കൂട്ടിക്കൊണ്ട് സംസ്കാർ നഗറിൽ വന്നപ്പം ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ഗവൺമെന്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. പക്ഷെ എന്റെ കയ്യിൽ പൈസയുണ്ട്, ബാങ്കിൽ ഇരിപ്പുണ്ട്, ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പൊ അത് എല്ലാം പൊട്ടി പറഞ്ഞ് ബാങ്കൊക്കെ കിടക്കുക, എന്തോ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ ഞാൻ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് പപ്പ വരുന്നത്. പപ്പ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം. അപ്പൊ പപ്പ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിനെ എടുത്ത്. അത് കഴിഞ്ഞ് പറഞ്ഞ്, മോനെ ഇവിടെ ആൾക്കാരുടെ എല്ലാം ശവങ്ങളെല്ലാം കിടക്കുക, 2-3 ദിവസം കഴിയുമ്പോ അങ്ങ് ചീഞ്ഞ് നാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് വല്ല അസുഖം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അച്ഛനോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമുക്ക് പോകാം, ചണ്ഡീഗഡിന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പപ്പ പറഞ്ഞു, ഞങ്ങൾ സംസ്കാർ നഗർ
ഗ്രാമത്തിലിരിക്കുക. അപ്പം ഞങ്ങളുടെ ഹോളിൽ ചെന്ന് മോനുള്ള ഒരു സൂട്ട് കേസ് സാധനങ്ങൾ തണുപ്പിനുള്ള എല്ലാം എടുത്ത് ഞങ്ങൾ താഴെ വരുമ്പോൾ ഒരു ജീപ്പ് പാസ്റ്റർമാര്, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർമാര്, എബ്രഹാം പാസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ പാസ്റ്റർമാരും വന്നു. അപ്പൊ കുഞ്ഞിനെ എടുത്ത് അങ്കിള് പ്രാർത്ഥിച്ചു പറഞ്ഞു, മോളെ 1 മാസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു അങ്കിളെ വരാമല്ലോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിച്ച് വിട്ട് ഞങ്ങള് കച്ചിന്ന് അഹമ്മദാബാദ് വരെ ബസ്സിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ക്യൂവില് റസ്കും ചായയും കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അത് പോയി റസ്കും ചായയും മേടിച്ചു. അപ്പൊ പപ്പ പൈസ എനിക്കും അച്ഛനും മമ്മിക്കും ടിക്കറ്റ് എടുക്കണം. പപ്പായ്ക്ക് വാറണ്ടുണ്ട്. അപ്പം അതിന് ടിക്കറ്റിന്റെ പൈസ അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു പോകാൻ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാൻ. അപ്പൊ അച്ഛൻ പോയി ടിക്കറ്റും എടുത്തോണ്ട് വന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പം എനിക്ക് മാത്രം കൂലിക്കാരൻ ഒരു സൈഡ് സീറ്റ് കിട്ടി. എനിക്ക് മാത്രം ഇരിക്കാം. ഞാൻ അവിടെ ഇരുന്ന് ബാക്കി എല്ലാവരും നിൽക്കുക. ഇരുന്നപ്പം കുഞ്ഞൊന്ന് കരഞ്ഞപ്പോ ഞാനോട്ട് കുഞ്ഞ് പാല് കുടിക്കാനായിരിക്കും ഓർത്ത് പാല് കൊടുത്തു. പാല് കുടിച്ചു ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുടിക്കുന്നില്ല. ഇത്ര പെട്ടെന്ന് കുഞ്ഞ് ഉറങ്ങിപ്പോയോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ ഈ കയ്യിൽ ആ തല ഇരിക്കുന്നത്. ഇങ്ങനെ നോക്കിയപ്പോ മോന്റെ മൂക്കിനകത്തുനിന്ന് ബ്ലഡ് വരുന്നു, വായിക്കകത്തുനിന്ന് ഒരേ മതി. അപ്പൊ അച്ഛാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ശബ്ദം വെച്ചു, കുഞ്ഞിന്റെ മൂക്കിന് രക്തം വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്റെ പപ്പ പെട്ടെന്ന് അങ്ങനെ സൈഡിലായിരുന്നു. പപ്പ ചാടി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ട്രെയിനിൽ നിന്ന് ചാടി വെളിയിലിറങ്ങി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ 3 പേരും താഴെ ഇറങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്റെ കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു. അപ്പം പിന്നെ അവിടുത്തെ ഒരു കൂലിക്കാരനെയും കൂട്ടി ഞങ്ങൾ ഷാർദ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞ് എന്റെ കയ്യിലിരുന്ന് തന്നെ മരിച്ചു. മൂക്കിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലഡ് ചാടുമായിരുന്നു, വായിക്കകത്തുനിന്ന് ഒരേം പോലെ. അപ്പൊ ഇതിന്റെ ആഘാതം കൊണ്ട് ബ്രെയിൻ ഹാമറേജ് ആയതാ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പം പപ്പ പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു. കുഞ്ഞിന് വല്ല അസുഖം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, അസുഖമൊന്നും ഇല്ല. കുഞ്ഞ് താഴെ വീഴൊന്നും ചെയ്തില്ല? താഴെ വീണെന്നാ ഇത് പറയുന്ന. എനിക്ക് ഏകദേശം കുഞ്ഞ് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ വലിപ്പമായിരുന്നു. 1 മാസം ഈ ഭൂകമ്പം ഉണ്ടായപ്പോ കുഞ്ഞ് കട്ടിലേന്ന് വീഴുവോ അങ്ങനെ വല്ലതും ചെയ്തായിരുന്നു? വീണ്. അപ്പൊ അതിന്റെ ഹാമറേജ് ശബ്ദം കൊണ്ട് ബ്രെയിൻ പൊട്ടിയതാണെന്നാ ഡോക്ടർ പറയുന്നത്. എങ്ങനെയാന്ന് ഞാൻ ഇത് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇത് മരിച്ചതിന് ശേഷം നമുക്ക് 4 ചർച്ചുണ്ട് അഹമ്മദാബാദില്. അപ്പൊ ആരുടെ ഫോൺ നമ്പർ ഒന്നും നമ്മൾ പെട്ടെന്ന് പോകുമ്പോ എടുത്തില്ല. അപ്പൊ അവിടെ നമുക്ക് അടക്കണമല്ലോ. മരിച്ചു കഴിഞ്ഞ് അടക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മലയാളത്തില് ഒരു നേഴ്സ് വരുന്നു. അപ്പൊ ഞാൻ ആ നേഴ്സിനെ ഓടിച്ചെന്ന് പോയി കണ്ട്. അപ്പൊ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ ഞങ്ങളിങ്ങനെ ബുജിന്ന് ചാന്തികടി പോകാൻ വരും അമ്മമ്മ, എന്റെ മോൻ മരിച്ചുപോയി. അപ്പം പറഞ്ഞു മോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോകും, യാക്കോബക്കാര് നമ്മുടെ പള്ളി അടക്കാവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ആന്റി, ഞങ്ങൾക്ക് 4 ചർച്ചുണ്ട് IPCയുടെ, അവിടെ ആരുടെയും ഒരു നമ്പർ. അങ്ങനെ ഏറ്റവും ലാസ്റ്റില് നമ്മുടെ അൻസോൾ ചർച്ചിലെ നമ്പർ കിട്ടി. അങ്ങനെ അൻസോൾ ചർച്ചിലെ മോനെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് പിന്നെ ആനന്ദിൽ നിന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വന്നു. അവിടെ അടക്കിയിട്ട് 3-ാം ദിവസം 30-ാം തീയതി മോൻ മരിക്കുന്നു, ചൊവ്വാഴ്ച മരിക്കുന്നു, വ്യാഴാഴ്ച അച്ഛൻ അവിടുത്തെ കോട്ടേജ് മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് ദൈവ ശുശ്രൂഷയ്ക്ക് അവിടെ നിന്ന് പിന്നെ 3 മാസം അവിടെ ഞങ്ങൾ ശുശ്രൂഷിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ചണ്ഡീഗഡിന് പോരാനായിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്നു. ഡൽഹി വന്നപ്പോൾ അച്ഛനെ രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവന്ന ഞങ്ങളുടെ ബ്രദർ ഡൽഹിയിലുണ്ട്. അപ്പൊ ആ ഡൽഹിയിൽ ഡിഫൻസ് കോളനിയിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ അതേ കസേരയിൽ അച്ഛൻ ബൈബിളുമായിട്ടിരിക്കുന്നു, ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കുന്നു ബൈബിളുമായിട്ട്. കുഞ്ഞ് മരിച്ചു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ദർശനം കണ്ടതാ ഗുജറാത്തിൽ വെച്ച്, അതേ ദർശനപ്രകാരമാണ് നമ്മൾ ഈ വീട്ടിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരാഴ്ചയോളം ബ്രദറിന്റെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചണ്ഡീഗഡിൽ പോകുന്ന സമയത്ത് എനിക്ക് ബ്രസ്റ്റിന് പ്രോബ്ലമായി, പാല് കെട്ടിക്കിടന്നിട്ട് പിന്നെ ഇവിടെ ഒരു മുഴ വന്ന് അങ്ങനെ പിന്നെ പഴുപ്പ് 6 മാസത്തോളം പഴുപ്പെടുത്ത് നാട്ടിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറി പഴുപ്പെടുത്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് കച്ചിൽ വന്നു. അന്നേരം എനിക്ക് അങ്ങ്
ഇതായിപ്പോയി. മീൻസ് മാനസികമായിട്ട് വളരെയധികം ഞാൻ നിരാശയിലും വളരെ തകർന്നുപോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്നും പപ്പ എല്ലാവരും നിന്റെ കാരണം കൊണ്ടാണ് കുഞ്ഞ് മരിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ മാനസികമായിട്ട് ഞാൻ അങ്ങ് ഒരു ഭ്രാന്തിയെ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞങ്ങള് അവിടുന്ന് ഭുജിൽ വന്ന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ദൈവം ആഷിമ രണ്ടാമത്തെ കുട്ടിയെ തന്നു. അപ്പൊ രണ്ടാമത്തെ കുട്ടിയെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, ചണ്ഡീഗഡിൽ പോവാന്ന്. അപ്പം പപ്പ പറഞ്ഞു വേണ്ട, എന്റെ കാരണം കൊണ്ടല്ലേ. അപ്പൊ ഈ കുഞ്ഞിനെ അടക്കി കഴിഞ്ഞ് 2-3 ആഴ്ച പപ്പ ഹൻസോളിൽ ചർച്ചിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പപ്പ നല്ല വിശ്വാസത്തിലൊന്നുമല്ല, പിന്മാറ്റത്തിന്റെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ എന്റെ പപ്പയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാവരിൽ നിന്നും എവിടെ ചെന്നാലും നമ്മളെ ഒരു തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ അതായി എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഹൈ ഡിപ്രഷൻ ആയിപ്പോയി. ഡിപ്രഷനായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് തൊടുപുഴയിലെ കോലഞ്ചേരി കൊണ്ടുപോയി. അവിടെ കൗൺസിലിങ്ങിനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും. അപ്പൊ അങ്ങനെയെല്ലാം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആകെ ഒരു വല്ലാത്തൊരു കണ്ടീഷനാ. അപ്പം അച്ഛനും അങ്ങ് നിരാശ, മീൻസ് എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഒന്നും വയ്യാത്ത ഒരവസ്ഥ. അങ്ങനെ ആയി. പിന്നെ ഞങ്ങൾ തിരിച്ചവിടെ ഇത് മോളുടെ ഡെലിവറി കഴിഞ്ഞ്. അപ്പൊ ആദ്യത്തെ ഡെലിവറി ഞങ്ങളുടെ വിശ്വാസികൾ എല്ലാവരും ഉണ്ട്. രണ്ടാമത്തെ ഡെലിവറിയിൽ എൻ്റെ വീട്ടിൽ നിന്നും അച്ഛൻ്റെ വീട്ടിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാരുണ്ട്. അതിനു ശേഷം ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി. ആകെ ഡിപ്രഷന്റെ ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ഡെലിവറി ഒക്കെ നടന്ന് 3 മാസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഭുജിൽ വന്ന് അങ്ങനെ നിൽക്കുക. അവിടെ 3 വർഷം കലോളിൽ ശുശ്രൂഷിച്ചു. അത് അവിടെ വന്നപ്പോഴും എനിക്ക് ഡിപ്രഷൻ കൂടാൻ തുടങ്ങി. കൂടിയ ഒരു വല്ലാത്ത കണ്ടീഷനാണ്. അപ്പം ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളെ ഇനി ഇവിടെ സുവിശേഷ വേലയ്ക്ക് നിങ്ങളെ പറ്റത്തില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. 5000 രൂപ എടുത്ത് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ. അപ്പൊ ഞങ്ങൾ ആകെ നിരാശയിലായി. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ എൻ്റെ വിവാഹം നടത്തിയ ചെറിയാൻ പാസ്റ്ററോട് അച്ഛൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, മോനെ ടെൻഷനൊന്നും അടിക്കേണ്ട, മോനെങ്കിൽ ഒരു ദൈവം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ എന്നെ ഹോസ്പിറ്റലുകളും ഡിപ്രഷനുള്ള ഗുളികകളും അങ്ങനെയെല്ലാം ഒത്തിരി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. ആകെ ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. ആരോടും ചിലപ്പം സംസാരിക്കും, ഭയങ്കരമായിട്ട് സംസാരിക്കും, മിണ്ടിയില്ലെങ്കിൽ പിന്നെ മിണ്ടത്തില്ല, മൗനമായിട്ടിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇരുന്നാലും ഞങ്ങൾ സുവിശേഷ വേലക്കാരിൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ UP-യിൽ NR-ൽ റായ്ബറേലിയിൽ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് വന്നു. അവിടെ ഒരു ഒഴിവ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോസ്റ്റിങ്ങിൽ വന്നു. അവിടെ ഞങ്ങൾ 2 ആരാധന നടത്തി. ഒന്ന് റായ്ബറേലിയിൽ 2006. അപ്പൊ അന്നേരം ഞാൻ ഇവിടെ ഡിപ്രഷനായിട്ടിരിക്കുമ്പോൾ അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും അതെല്ലാം നല്ലതാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയി. 2004 പ്രഗ്നന്റ് ആയപ്പം വീട്ടിൽ ഭയങ്കര ബഹളം. അവൾക്ക് വയ്യ, പിന്നെ ആ കൊച്ചിനെ അബോർഷൻ ചെയ്യണം, അങ്ങനെ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വർഗീസ് പാസ്റ്ററുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ജോൺസന്റെ വീട്ടിൽ മോളെ ഡെലിവറിക്ക് വിടല്ലേ, നേരെ പപ്പയുടെ അമ്മയുടെ അടുത്ത് വിടാം. പിന്നെ ഒരു മാത്യു പാസ്റ്റർ വയനാട്ടിൽ നിന്നുണ്ട്. ആ പാസ്റ്ററും പറഞ്ഞ് അവിടെ നാട്ടില് മോളെ ഡെലിവറിക്ക് നിർത്തരുത്, നേരെ ചെന്നൈയിൽ. അപ്പൊ പപ്പയൊക്കെ ഗുജറാത്തിൽ നിന്ന് ചെന്നൈയിൽ ഡെലിവറിക്ക് എടുക്കണമെന്ന്. അപ്പം പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡിൽ ഒരു പാസ്റ്ററുകളുണ്ട്. അപ്പൊ ആ അങ്കിളും പറഞ്ഞ് ഇവിടെ മോനെ നിർത്തല്, കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകണം. അങ്ങനെ എന്നെ ചെന്നൈ കൊണ്ടുവന്നപ്പം മമ്മിക്കും പപ്പയ്ക്കും ഭയങ്കര നിരാശ. എൻ്റെ അവസ്ഥ കണ്ടിട്ട്
ചിലപ്പോൾ വർത്താനം പറയുകയാണെങ്കിൽ എല്ലാവരോടും സിമ്പിളായിട്ട് വർത്താനം പറയും, എല്ലാം ചെയ്യും. പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ എൻ്റെ വിധം അങ്ങ് മാറും. മീൻസ് മാനസികമായിട്ടൊരു പ്രാന്തി, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാവിക്ക് ഒരു ഇത് കൊടുത്തു, കുഞ്ഞിന് വയ്യാതിരിക്കുക, അപ്പൊ നീ അവിടെ പോയി 3 ദിവസം ഉപവസിക്കണമെന്ന്. അപ്പൊ അങ്ങനെ പപ്പ ഇത്രയും വർഷമായിട്ട് ഉപവസിക്കുന്ന കാര്യം പപ്പയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല, ഉപവസിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിന് നല്ല ഡെലിവറിയും അവൾക്ക് നല്ല ഒരു ആശ്വാസം കിട്ടാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ 3 ദിവസം ഞങ്ങൾ വീട്ടിൽ എല്ലാവരും, ഞങ്ങളുടെ 4 മക്കളും പപ്പയും അമ്മയും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഡെലിവറി ആയി. കുഞ്ഞ് ജനിച്ച് അതിനുശേഷം വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ എല്ലാം നല്ല ഒരു ഇതായി. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആ സമയത്ത് ആഷിമോള് UP-യിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നപ്പം ഒരു കുരങ്ങ് അവിടെ ഇങ്ങനെ കളിപ്പിക്കുന്ന കുരങ്ങുണ്ട്. അപ്പൊ ആ കുരങ്ങ് വന്നപ്പം അവളുടെ കയ്യിൽ അരിയുണ്ട്. ഇവള് അരി തുറന്നു, കുഞ്ഞല്ലേ, അവൾക്ക് അറിയത്തില്ല, അവള് അരി കൈ പൊത്തി പിടിച്ച്. അപ്പം കുരങ്ങ് വന്ന് കടിച്ച് ഇവിടെ 3 സ്റ്റിച്ച് മോൾക്ക്. പിന്നെ അവിടെ ഇഞ്ചക്ഷൻ എല്ലാം ചെയ്ത് അതിനുശേഷം പിന്നെ ഡെലിവറി അച്ഛൻ വന്ന് എന്നെ ഇങ്ങോട്ട് UP കൊണ്ടുവന്നു. 1 വർഷം തികയാറായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അങ്ങ് വല്ലാത്തൊരു ഇതായി. ഞാൻ ഒരു ചെറിയൊരു ഇത് പ്രശ്നം വന്ന് എന്നെ അപ്പം പാസ്റ്റർ പറഞ്ഞ് അവിടുന്ന് ഞങ്ങളെ വിടണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അച്ഛന് പണ്ട് മുതലേ ആഗ്രഹം ജോയി അങ്കിളിന്റെ കൂട്ടത്തിൽ വരണമെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ NRIന്ന് പിന്നെ പാസ്റ്റർ ജോയി പാസ്റ്ററിൽ ഒരു വേക്കൻസി ഉണ്ട് ഗുഡ്ഗാവില്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛന് രാജസ്ഥാനിലുള്ളൊരു പാസ്റ്ററും ഇവിടെ വന്ന്, കൂട്ടുകാരനും വന്ന് ഇവിടെ വന്ന് ഇതെല്ലാം അഡ്മിഷനൊക്കെ എടുത്ത് അങ്ങനെ ചാർജ് തന്നു. അപ്പം അലക്സാണ്ടർ പാസ്റ്ററിന്റെ സ്ഥാനത്തേക്ക് ഞങ്ങളെ വിട്ടു ഇവിടെ ഗുഡ്ഗാവിൽ. അങ്ങനെ ഞങ്ങൾ 3 വർഷം ഞങ്ങളവിടെ ശുശ്രൂഷിച്ചു. അപ്പം വെളിപ്പാട് പുസ്തകം അങ്ങനെ എല്ലാം പഠിപ്പിക്കും, ബൈബിൾ, ഒത്തിരി വിശ്വാസികൾ വരികയും പോവുകയും എല്ലാവരുമായിട്ട് നല്ല സഹകരണവും നല്ല ഇത്. അതിനിടയ്ക്ക് പിന്നെ എനിക്ക് തുടങ്ങി മാനസികമായിട്ട് ഭയങ്കര ഒരു ഇത് വന്നു. അങ്ങനെ വന്ന് എന്നെ വിടാനായിട്ട് നാട്ടിലോട്ട് ചെന്നൈയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ എന്റെ ബൈബിൾ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇല്ലേ? 2 കുഞ്ഞുങ്ങളുണ്ട്. ആഷിമ മോളും പ്രസ്കില്ല മോള് 12 കഴിഞ്ഞു. അന്നേരത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അന്നേരം 2 കുഞ്ഞുങ്ങളുണ്ട്. UP വെച്ച് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഹരിയാന വന്നു ഡൽഹി സ്റ്റേറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത ഒരു ഇതുണ്ടായി. മോളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് പ്രതിഷ്ഠയുടെ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വെല്ലാഴിക പോലെ വന്നു. അങ്ങനെ എന്നെ നാട്ടില് വിടാനായിട്ട് കൊണ്ടുവിട്ടു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സയന്റിസ്റ്റായ ഒരു ആന്റി വരുന്നു, ഒരു വിശ്വാസി ആന്റി ഉണ്ട്. അപ്പൊ ആ ആന്റി പറഞ്ഞു, മോനെ ബൈബിളിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഒന്ന് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ബൈബിളിനകത്ത് ഫോൺ നമ്പർ ബൈബിളിനകത്ത് എഴുതി വെച്ചു. പിന്നെ കാർഡ് ഉണ്ടായിരുന്നു, IPCയുടെ അച്ഛൻ്റെ കാർഡ്. അപ്പൊ ആ കാർഡും വെച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി കിടന്നു. രാത്രി ഒരു ആന്ധ്രയിലായപ്പോഴത്തേക്ക് വെളുപ്പിന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എന്താ അച്ഛനെ ഉണ്ടെന്നോ കൂട്ടത്തില് മകളുണ്ടെന്നോ ഉള്ള ഒരിതുമില്ല. ഞാൻ ബാഗ് എടുത്ത്, ബാഗിനകത്ത് കുഞ്ഞിന്റെ പാലുണ്ട്, ബൈബിളുണ്ട്. ട്രെയിൻ ഇറങ്ങി വെല്ലൂരിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുക, റോഡിൽ കൂടെ നേരെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഈ വെളുപ്പിനെ പാസ്റ്റർമാരൊക്കെ ഈ ബൈബിൾ ട്രാക്സ് കൊടുക്കാനായിട്ട് വരും. അവിടെ ഈ മെറ്റിൽ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഇത് കൊടുക്കുക, അവിടുത്തെ വിശ്വാസികളെല്ലാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ആ സമയം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കുറെ ജനങ്ങൾ എൻ്റെ ചുറ്റും കൂടി. അപ്പൊ എനിക്ക് എന്തുവാന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം എൻ്റെ ബാഗും എൻ്റെ ഇതും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഒരു നല്ല കുടുംബത്തിലെ ഒരു വ്യക്തിയാണെന്ന് അവർക്ക് പിടികിട്ടി. അപ്പൊ അവരെ അപ്പുറത്തിരുന്ന് പാസ്റ്ററിനോട് ദൈവാത്മാവ് സംസാരിച്ചു, പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ. അങ്ങനെ ആ ദൈവാത്മാവിന്റെ ഹിതപ്രകാരം ആ ദേവദാസൻ അവിടെ വന്ന് എന്നെ കണ്ട് എൻ്റെ ബാഗ് എല്ലാം തുറന്നു കിടക്കുക. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോ ബൈബിള് കണ്ട്. അപ്പോൾ ആ പാസ്റ്റർ എന്നെ
അവരുടെ ചർച്ചിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വെള്ളം തന്നു. ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞ് പറഞ്ഞു എവിടെയാ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെന്നൈ പോവാ, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഒരു കുഞ്ഞുമുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോകും. ദൂതന്മാരെ കൊണ്ട് എന്നെ സംരക്ഷണം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ സമയത്ത്, ആ വെളുപ്പിനെ പോയ സമയത്ത് ആരെങ്കിലും എന്നെ പിടിക്കുവോ, എൻ്റെ കുഞ്ഞിനെയും, ഞങ്ങള് മരണകരമായ ആപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ സംരക്ഷണം ചെയ്ത് അവിടുന്ന് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛനും മോളും തന്നെയുള്ളു. അപ്പൊ ചെന്നൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പപ്പ മകളെ കൊണ്ട് ചെന്നില്ലെങ്കിൽ കെട്ടിയോൻ കൊന്നതാന്ന് പറയും. അന്നും പറഞ്ഞ് ഇവര് ട്രെയിനിൽ കയറി ചാടാൻ ഇങ്ങനെ പ്ലാൻ മനസ്സിൽ തോന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു. അപ്പൊ ഒന്നേരം തന്നെ അച്ഛൻ റെയിൽവേയില് കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് എൻ്റെ വൈഫിനെ കാണാനില്ല. അപ്പം പോലീസുകാരെല്ലാം പറഞ്ഞ റെയിൽവേക്കാര് നീ നിന്റെ ഭാര്യയെ കൊന്നതാണ്. അപ്പൊ അച്ഛന് സത്യം പറഞ്ഞ അച്ഛൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കും അറിയത്തില്ല എങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയെന്ന്. അവിടുന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അച്ഛന് പിന്നെ പെട്ടെന്ന് ആ ബൈബിൾ എടുത്ത് നോക്കി, അവര് പാസ്റ്ററൊക്കെ നോക്കിയപ്പോ അതിനകത്ത് അഡ്രസ്സ് കണ്ടു, പപ്പായുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അവര് ഫോൺ ചെയ്തു താമ്പരത്തേക്ക് വിളിച്ചു. മോളും കുഞ്ഞും ഞങ്ങളുടെ ഇവിടെ ചർച്ചിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് പപ്പായ്ക്ക് ഫോൺ എടുത്ത് ക്യാമ്പിൽ നിന്ന് പെട്ടെന്ന് ഫോൺ വന്നു. ക്യാമ്പുകാർ പറഞ്ഞു പെട്ടെന്ന് അവരെ തിരിച്ച് ചെന്നൈയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വിട്ടിട്ട് പോയല് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടേ പോകാവുള്ളൂ. പിന്നെ പെട്ടെന്ന് പപ്പ പാസ്റ്ററും ഞാനും എന്നെയും കൂടെ ട്രെയിനിൽ ചെന്നൈയിൽ താമ്പരത്ത് കൊണ്ടുവന്നു. താമ്പരത്ത് അന്നേരത്തേക്ക് മമ്മിയുടെ ഫോണ് ഹല്ലേലൂയ മോനെ, സുജയും കൊച്ചും കുഴപ്പമൊന്നുമില്ല, ഒരു പാസ്റ്റർ നമ്മളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷം. പിന്നെ അവിടുന്ന് ചെന്നൈയിൽ വന്ന് പിന്നെ അവിടെയൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് പോയി. അങ്ങനെ ആ ഒരു ആപത്തിൽ നിന്ന് അങ്ങനെ ഞങ്ങളെ ദൈവം എന്നെയും കുഞ്ഞിനെയും അച്ഛനെയും ഞങ്ങളെ 4 പേരെയും ദൈവം മരണകരമായ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹരിയാനയിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഗോസ്പൽ പ്രവർത്തനത്തിന് ഞങ്ങൾ ഇങ്ങനെ പോകും. അങ്ങനെ മാർച്ച് 1-ാം തീയതി ആയപ്പോൾ ഞങ്ങള് കുറെ ബൈബിളും എടുത്ത്, ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളാണ് ഗോസ്പൽ കൊടുക്കാനായിട്ട്. അപ്പൊ അന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈബിളും എടുത്ത് വന്നു. അപ്പൊ മാർച്ച് 1-ാം തീയതി, തണുപ്പ് തീർന്നിട്ടില്ല, ഞാൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പൊ ഈ അകത്ത് ഇന്നറുണ്ട് ആയിട്ട് ഞങ്ങള് ബൈക്കിൽ പൊക്കോണ്ടിരിക്കുമ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് വഴി തെറ്റാ, ഇതല്ല, ഇത് വേറൊരു വഴിയോടെ പോകുന്നത്, വിശാലമായ വഴി. അപ്പൊ അച്ഛൻ പറഞ്ഞു അല്ലടി മോനെ, ഇത് നമ്മൾ പോകുന്ന വഴി. ഞാൻ പറഞ്ഞു അല്ല അച്ഛാ, നമ്മുടെ വഴി തെറ്റി. എങ്ങനെയോ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ്, ഒരു ഡോക്ടറിന്റെ, ഉങ്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ കാറ് വന്ന്, ലേഡി ഡോക്ടറാ ഓടിച്ചത്, ഇടിച്ച് ഞങ്ങൾ തെറിച്ച്, കുഞ്ഞു മോള് ഫ്രണ്ടിലായിരുന്നത്, പ്രസ്കില മോള് തെറിച്ച് ദൂരെ പോയി. ആഷിമോള് അങ്ങേ സൈഡിൽ പോയി, ഞാൻ ഇങ്ങേ സൈഡില്. എൻ്റെ ബൈക്കിന്റെ ഇതിനകത്ത് എൻ്റെ സാരി എല്ലാം ചുറ്റി, ഞാൻ സാരി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കിയിട്ട് അച്ഛനാണെങ്കിൽ ഈ കണ്ണിന്റെ ഇവിടെ എല്ലാം പൊട്ടി, കൈ ഒടിഞ്ഞ് കിടക്കുക. ഇവിടെ വരെ സ്റ്റീൽ റോഡ് ഇപ്പൊ ഇട്ടിരിക്കുക. അപ്പൊ അച്ഛൻ, ഞാൻ പറഞ്ഞു അച്ഛൻ കുഞ്ഞിനെ കണ്ടില്ല, കുഞ്ഞേ എന്ന് പറഞ്ഞ് ഞാൻ അലറുക, എനിക്കിനി ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു ചെറുക്കൻ കുഞ്ഞിനെ എടുത്ത് ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ കുഞ്ഞ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങള് ഉങ്കലി ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളുടെ DLF ഞങ്ങളുടെ വിശ്വാസികള്, പിന്നെ ഞങ്ങളുടെ ഗുഡ്ഗാവിലെ വിശ്വാസികളെല്ലാം അവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടെ അന്ന് ആ ഡോക്ടർ ഞായറാഴ്ചയാണ്, നമ്മുടെ ഒരു വിശ്വാസി ഡോക്ടർ TPM ആ ഡോക്ടർ ഒരിക്കലും വരേണ്ടതല്ല, അറിയാതെ എങ്ങനെയോ ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്ന് അപ്പം പറഞ്ഞ് നിങ്ങളുടെ ഒരു പേഷ്യൻ്റ് ആയി കിടക്കുന്നതെന്ന്. അപ്പം പിന്നെ പെട്ടെന്ന് വന്ന് അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛനോട് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഓപ്പറേഷൻ ചെയ്യാം, ഒരു വേദന പോലും ഇല്ല. ദൈവം അവിടെ സംരക്ഷണമായി ഓപ്പറേഷൻ എല്ലാം സ്റ്റീൽ റോഡെല്ലാം ഇട്ട് ദൈവം ഞങ്ങളെ മരണകരമായ ആപത്തിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം സഭയിൽ നിന്ന് ഞങ്ങളെ വിട്ടിട്ട് പുതിയ പ്രവർത്തനം എടുത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങള് വന്നും പോയി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ റീജിയനിൽ എല്ലായിടത്തുനിന്നും നിന്നെയും പരിഹാസവും ദുഷികളും എല്ലാമായിട്ട് ഞങ്ങൾ
ഒത്തിരി പ്രയാസം. സിവിയർ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അസുഖം ഒരു മനുഷ്യർക്കും ഉണ്ടാകില്ല. അതുപോലെ ഞാൻ കഷ്ടവും വേദനയും അങ്ങനെ ഞാൻ സഹിച്ചതാണ്. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബഹ്റൈനിൽ നിന്നൊരു പത്രപ്രവർത്തനത്തിന് വേണ്ടി ഒരു പ്രവർത്തകനായിട്ട് ജോലി പോലെ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ബദർപൂര് വന്നപ്പോൾ ആ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് അപ്പം ഒരു ദർശനത്തിൽ ഒരു ദിവസം എൻ്റെ തലയെ കൈവച്ച് ഒരു സ്വപ്നം കണ്ട് രണ്ട് വലിയ വയസ്സുള്ള രണ്ട് അപ്പന്മാരിങ്ങനെ മലയിലോട്ട് നോക്കി. അപ്പൊ അവിടെ ഒരു ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്. ആ ഫലം എടുത്ത് എനിക്ക് കൊടുത്ത് അങ്ങനെ എനിക്ക് സംരക്ഷണം കിട്ടണം അങ്ങനെ പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ഇതിൽ ഞങ്ങൾ ഒത്തിരി ദേവദാസന്മാരുടെ അടുത്ത് പോയത്, ഒത്തിരി പ്രവാചകന്മാരുടെ അടുത്ത് പോയി, എങ്ങൊന്നും വിടുതൽ കിട്ടിയില്ല. എനിക്കിങ്ങനെ ചില സമയത്ത് നല്ല ഇതായിരിക്കും, ചിലപ്പം എനിക്ക് തന്നെ അറിയത്തില്ല എന്താ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എനിക്ക് പരിപൂർണ വിടുതൽ, അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വിടുതൽ തന്നു. അച്ഛൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി നന്മകളും ദൈവം തന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ ബദർപൂരിൽ വന്ന് നമ്മൾ സുവിശേഷ വേലയിൽ നമ്മുടെ ഈ ഇവിടെ അടുത്ത ഒരു കത്തോലിക്ക ചർച്ചിലായിരുന്നു ഞങ്ങളുടെ ആരാധന നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ ആരാധന നടത്തും. അത് കഴിഞ്ഞ് 9:30 വരെ അവിടെ ആരാധന നടത്തിയിട്ട് ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിന്റെ പുറകിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒത്തിരി നേഴ്സുമാർ 10-35 നേഴ്സുമാരുണ്ടായിരുന്നു. അവിടെ ആരാധന നടത്തും. അവിടുന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മറോളിയിൽ ഒരു ഹിന്ദി വർഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അങ്ങനെ 3 വർഷിപ്പ് ഞങ്ങൾ അങ്ങനെ ആരാധന. ഒരു ദിവസം ഞങ്ങളെ സൺഡേ ആരാധന കഴിഞ്ഞ് ഇവിടുത്തെ ആരാധന അവിടെ അപ്പോളയിൽ ഞങ്ങൾ ഊണൊക്കെ, അവിടുത്തെ ആൻറ്റി ഊണൊക്കെ തരും. ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഇവിടെ മെറോളിക്ക് പോകാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞ് ബസ്സേ വരും, ഞാൻ വരുന്ന സമയത്ത് കോൾ ചെയ്യും, അന്നേരം നീ ആ ബസ്സേ കയറിക്കോണമെന്ന്. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇതല്ല, അന്ന് എല്ലാ ദിവസവും ഞാനാ ബൈബിൾ എടുക്കുന്നത്. അന്നത്തെ ദിവസം എൻ്റെ ഇളയ മോള് പറഞ്ഞ് ഞാൻ ബൈബിൾ പിടിച്ചോളാം മമ്മി ഇന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറഞ്ഞു. അപ്പൊ അവള് നിർബന്ധം പറഞ്ഞോണ്ട് ഞാൻ നീ പിടിച്ചോളാൻ പറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുത്തു. അവള് ബൈബിൾ ഇങ്ങനെ തോളെ ഇട്ടിരിക്കുക ബാഗിനകത്ത്. ബസ് വന്ന് നിർത്തി, ബസ് നടുക്കാ നിർത്തിയപ്പം അച്ഛനെ ഞാൻ കണ്ടു ബസ്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ദേണ്ട ഡാഡി ഉണ്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി. ബസ് ഇപ്പം ഇത് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബൈക്ക് വന്ന് കുഞ്ഞിനെ ഇടിച്ച് കുഞ്ഞ് പുറകോട്ട് വീണ്. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, മരണകരമായ ആപത്തിൽ നിന്ന് പുറകോട്ട് ഇങ്ങനെ അടിച്ച് വീഴുമായിരുന്നു. ആ ബൈബിള് ബായിക്ക് പുറകിലിരുന്നുകൊണ്ട് തലയടിച്ചില്ല. ദൈവം അവിടെ നിന്ന് സംരക്ഷിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ സൈഡിൽ വന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി എക്സ്റേ എടുക്കും. പിന്നെ പോയി എക്സ്റേ ഒക്കെ എടുത്ത് കയലിനൊക്കെ നീരൊക്കെ ആയിരുന്നു. ദൈവം അങ്ങനെ മരണകരമായ ആപത്തിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രവർത്തനത്തിന് പോവുകയോ അനേകരെ ദൈവത്തിലേക്ക്. അവിടെ നമ്മുടെ മെറോളിയിൽ ഒത്തിരി ഹിന്ദിക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ അവിടെ അവരെ പ്രവർത്തനത്തിനൊന്നും അവരുടെ ഹിന്ദിക്കാരുടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ തന്നെ നോക്കണം, നമ്മൾ നോക്കത്തില്ലെന്നും. അങ്ങനെ ഞങ്ങൾ ആ പ്രവർത്തനം 3 വർഷം കൊണ്ട് ഞങ്ങൾ അവരെ ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നു. അത് പിന്നെ ഞങ്ങൾ അതങ്ങ് വിട്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങള് മോൾ അന്നേരം റേഡിയോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് അവൾക്ക് വെളിയിൽ പോകണമെന്ന് വലിയ ആഗ്രഹം. അപ്പൊ അവള് എല്ലാ കുട്ടികളും ഒരു സമയത്തെ ഇന്റേൺഷിപ്പ് എടുക്കുന്നുള്ളൂ. മോള് 2 സർട്ടിഫിക്കറ്റ് കിട്ടാൻ എക്സ്പീരിയൻസിന് വേണ്ടി 2 ഇടത്ത് ജോലിക്ക് പോയി. അങ്ങനെ 2 ഇടത്ത് ജോലിക്ക് ആദ്യത്തെ ഇടത്ത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്തടുത്ത ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വീട്ടിൽ വരുന്നത്. അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ ജനുവരി മാസമാണ്. അപ്പം ജനുവരി 13-ാം തീയതി മോടെ ബർത്ത്ഡേ ആണ്. അപ്പൊ പുതിയ ജീൻസ് ഒക്കെ പുതിയതൊക്കെ ഇട്ടോണ്ടാ പോയത്. 26 ജനുവരി ആണോ 25 23 അപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് മെട്രോയില് സ്റ്റെപ്പ് കയറണം. അപ്പൊ അവിടെ ഈ എസ്കുലേറ്റർ. അപ്പൊ എസ്കുലേറ്റർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ എസ്കുലേറ്റർ കയറി വന്ന് മുകളില് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. അന്നേരത്തേക്ക് അവര് ഓണാക്കിയപ്പോഴത്തേക്ക് കൊച്ചു സഡൻലി പുറകോട്ട് പോയില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മുന്നോട്ട്
കുതിച്ചു മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ആ എസ്കുലേറ്ററിന്റെ ആ സ്റ്റെപ്പ് വന്ന് മോടെ ഈ മുട്ടിന് ഇടിച്ചിട്ട് മുട്ട് പൊട്ടി, എയർലൈൻ ഫ്രാക്ചറായി. എന്നിട്ട് ഇവള് എന്നോട് ഈ വിവരമൊന്നും മിണ്ടുന്നില്ല. എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ വരുന്നുണ്ട്, മമ്മി ഒന്ന് റോഡിന്റെ അവിടെ വരെ ഒന്ന് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ആക്സിഡന്റ് ഉണ്ടായ കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ അവിടുന്ന് കൊച്ചു വരുന്ന സമയം നോക്കി ഞാൻ പെട്ടെന്ന് റോഡിന്റെ അവിടെ എത്തിയപ്പോൾ കൊച്ചു ഒത്തി വണ്ടിയെ നിറങ്ങുന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയടി? ഞാൻ പറയാം മമ്മി, എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ ഞങ്ങള് ഒത്തി വീട്ടിലെത്തിയപ്പോ നോക്കിയപ്പോ കാല് മൊത്തം നീര. അപ്പൊ എനിക്ക് മനസ്സിലായി ഒടിവായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, പെട്ടെന്ന് നമ്മുടെ ഇവിടെ പ്രളാർപൂർ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് പൊട്ടല. പിന്നെ അവിടുന്ന് അങ്ങനെ ആപത്തുകളിൽ നിന്ന് അങ്ങനെ ഒത്തിരി, അത് കഴിഞ്ഞ് കുഞ്ഞിന് നട്ടെല്ലും മുഴുവൻ ബൾജിങ് ആയി. ഞങ്ങൾ 3 മാസം നാട്ടിൽ പോയി ചികിത്സയില്, ആയുർവേദ ചികിത്സയില് ഞവരക്കിഴി അങ്ങനെ കുറെ സാധനങ്ങൾ, അങ്ങനെയുള്ള ചികിത്സയെല്ലാം ചെയ്തു. അങ്ങനെ മാനസികമായിട്ട് ഞങ്ങൾ വളരെ പ്രയാസത്തിലും പ്രതികൂലത്തിലും, വിദ്യാഭ്യാസത്തിലും ഞങ്ങൾക്ക് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ഞങ്ങൾക്ക് വീട്ടിൽ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങൾ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോട് പറയും, ദൈവം ഞങ്ങൾക്ക് അറിയപ്പെടാത്ത വഴികളും വാതിലുകളും തുറന്ന് ദൈവം ഇത്രത്തോളം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ചർച്ചിൽ ആരാധന നടക്കുന്ന, അവിടെ 8 ആരാധന നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആരാധന നടക്കും, പോലീസുകാർ വന്ന് ഞങ്ങളുടെ ആ ആരാധന മുടക്കി. അങ്ങനെ ഞങ്ങൾ ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം പ്രയാസത്തിലും പ്രതികൂലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം വിടുതൽ ദൈവം തന്ന് ഓരോ നിമിഷവും ഞങ്ങളെ ദൈവം പരിപാലിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് തന്നതിൽ നന്ദി പറയുന്നു. അധിക സമയം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇല്ല ഓക്കെ സിസ്റ്ററെ, കുഴപ്പമില്ല. ഞാൻ സിസ്റ്ററോട് ചോദിക്കുകയാണ്, ഈ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു, അതെങ്ങനെ ഒന്നും കൂടെ ഒന്ന് വിവരിക്കാമോ? ദൈവദാസൻ സ്വപ്നം കണ്ടിട്ട് സിസ്റ്ററിന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എങ്ങനെയായിരുന്നു അത്? അച്ഛൻ സ്വപ്നം കണ്ടു. ഒത്തിരി പ്രായമുള്ള 2 അപ്പച്ചന്മാരിങ്ങനെ മലയിൽ പോകുന്നതായിട്ട്. അപ്പൊ ആ മലയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്, അതെടുത്ത് നീ കൊച്ചിന് കൊടുത്താൽ മതി, നിനക്ക് കുഞ്ഞിന് സൗഖ്യം കിട്ടുമെന്ന്. എന്നിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് അങ്ങനെ അച്ഛന്റെ ഇതിൽ നിന്ന് തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. പിന്നെ ഇതുവരെയെങ്കിലും ഇങ്ങനെയുള്ള ഇല്ല മാനസികമായിട്ട് അത് പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇവിടെ ഡൽഹി വന്നതിന് ശേഷം ഞാൻ പഠിക്കാനൊക്കെ പോയി. എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ അച്ഛൻ എന്നെ നേഴ്സിംഗിന് വിട്ടു. പിന്നെ ഞാൻ ഇത് പഠിക്കാൻ പോയി, ലോജിസ്റ്റിക് പഠിക്കാൻ പോയി. പിന്നെ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ അങ്ങനെ ഗവൺമെന്റ് കോളേജിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. അന്ന് എത്ര വർഷം സിസ്റ്റർ ഈ ഒരു ഭാരത്താൽ കഷ്ടപ്പെട്ടു? ഭാരത്താൽ ഒരു 8 വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് സീവിയർ ഡിപ്രഷനിൽ കൂടെ പോയി. അപ്പൊ അവിടെ കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നല്ലോ. ഇപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടും വല്ല ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാനിപ്പം ഞങ്ങൾക്ക് ആരാധനയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിപ്പോ ഒരു മെഡിക്കലിന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നുണ്ട്. ഹെൽത്ത് പ്രൊഡക്റ്റ് ആണ്, ഇൻഡസ്ട്രീവ അതിന്റെ പേര്. അപ്പൊ അതിന്റെ ഞാൻ ഓർഡർ ഓരോരുത്തർക്കും ചെന്ന് പറയും, ഇങ്ങനെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ഡയാലിസിസ് പേഷ്യന്റ്, ക്യാൻസർ പേഷ്യന്റ്, അങ്ങനെയുള്ളവർക്ക് ഉള്ള ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ പോയി ക്ലാസ് എടുത്തിട്ട് അവർക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം അവിടെ ഇങ്ങനെ പോലീസ് വന്ന് ചർച്ചെല്ലാം അടച്ചിട്ടത് കൊണ്ട് നമുക്കൊന്നും ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് മിനിസ്ട്രി ഉണ്ട് ആന്റി. ഞങ്ങള് 2015 നാട്ടില് 40 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. അപ്പൊ അതിനു മുമ്പ് തൊട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛനെ ബ്ലസ് ഇന്ത്യ പ്രയർ ടവർ എന്ന് പറഞ്ഞൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് 40 ദിവസത്തെ ഉപവാസത്തില് നമ്മുടെ ജേക്കബ് ജോൺ അങ്കിളായിരുന്നു അന്നത്തെ നമ്മുടെ പ്രസിഡന്റ്.
അപ്പം അന്ന് സാക്ഷ്യം പറയാനായിട്ട് അച്ഛൻ അവസരം കൊടുത്തു. അപ്പൊ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു മനസ്സിൽ ദൈവം തന്ന ഒരു വിഷനാണ്, അപ്പൊ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് മുഴുരാത്രി പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗവും നടത്തുന്നുണ്ട്. ഇപ്പം 83-ാമത്തെ പ്രയർ കഴിഞ്ഞു. അതെങ്ങനെ, ഓൺലൈൻ വഴിയാണോ അതോ? ഓൺലൈൻ അല്ല, അച്ഛന് പോകും ഇവിടുന്ന്. ആ സമയത്ത് മീറ്റിംഗ് ഉള്ളപ്പോഴത്തേക്ക് മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നാട്ടിൽ പോകും. നാട്ടിൽ പോയിട്ട് പ്രയർ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരും. എല്ലാ മാസവും പോകുമോ പാസ്റ്റർ? എല്ലാ മാസവും മീറ്റിംഗ് ഉള്ള സമയത്തൊക്കെ പോകും. ഇപ്പം തൃപ്പൂണിത്തറയായിരുന്നു ലാസ്റ്റ് മീറ്റിംഗ്. ആ ഒരു മിനിസ്ട്രി ഞങ്ങൾക്കുണ്ട്. ഇപ്പം നമ്മുടെ പഴയ ആ ഉണർവ് വരുത്താൻ വേണ്ടി കാത്തിരിപ്പ് യോഗവും മുഴുരാത്രി പ്രാർത്ഥനയും 14 ഡിസ്ട്രിക്റ്റിലും നമ്മൾ പ്രയറിന് പോവും. ആരൊക്കെ വിളിക്കുന്ന ഏത് ഡിനോമിനേഷൻ ഇല്ല കേട്ടോ, എല്ലാവരുമായിട്ട് ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ തന്നെയാണോ അതോ കൂടെ ആൾക്കാരുണ്ടോ? പാസ്റ്റർമാരുണ്ട്. കൂടുള്ള പാസ്റ്റർമാരെല്ലാരും കൂടെ ചെല്ലും. പിന്നെ ഏതെങ്കിലും സഭകളില് ചിലപ്പോ IPC സഭയായിരിക്കും, ചിലപ്പോ ഷാരോനായിരിക്കും, ഏതാണ് ആ സഭകളിൽ വെച്ച് അവര് പറയുന്ന അനുസരിച്ച് ഓൾ നൈറ്റ് പ്രയർ വെക്കും. ഞങ്ങളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ആരാധനാലയത്തിൽ ഞങ്ങൾ ഒത്തിരി ഇടത്ത് ചോദിച്ചു, എല്ലായിടത്തും ചാർജ് കൂടുതലാണ്. ഓക്കെ കർത്താവ്. ഇപ്പം ഡൽഹി വേറെ ഇതുപോലെ കൂടിവരവുകളുണ്ടോ? കൂടിവരവ് ഓൺലൈനിൽ ഒക്കെ പ്രയർ വെക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഇല്ല. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം സൗഖ്യമാക്കുന്ന കർത്താവാണ്. 8 വർഷക്കാലം മാനസികമാകുന്ന വലിയ ഡിപ്രഷനിലൂടെ കടന്നുപോയി. കർത്താവ് ദൈവദാസന് ദർശനം കൊടുത്ത് രാത്രിയിൽ ആ പ്രിയ സഹോദരിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുത്തു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ദേവദാസൻ്റെ സാക്ഷ്യത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ദേവദാസൻ അനുഭവിച്ച ഒത്തിരി മാനസിക ടെൻഷൻ ഒത്തിരി അനുഭവിച്ചു. അതെ, വീട്ടിലും ഞാനും ചില സമയത്ത് വയലുണ്ടാക്കി ഒത്തിരി ഒരു അവസ്ഥയിലായിരുന്നു. നമുക്ക് ആരോടും തുറന്നു പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. അതെ, സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ പെട്ടെന്ന് മാറ്റുന്നതും, ഒന്നും കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ പോകുന്ന ഒരുപാട് കഷ്ടങ്ങളുടെ അനുഭവങ്ങളിലൂടെ ദൈവദാസന്മാർ കടന്നു പോയത്. എന്നാൽ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഇന്നും കർത്താവ് ജീവിക്കുന്നു. ഇതിപ്പോൾ എത്ര വർഷമായി സിസ്റ്റർ ഈ വിടുതൽ പൂർണ്ണമായി കിട്ടിയിട്ട്? പൂർണ്ണമായിട്ട് കിട്ടിയിട്ട് 2009 കഴിഞ്ഞപ്പോഴാണ്. ഓക്കെ. അന്നോട്ട് ഇത്രയും വർഷക്കാലം കർത്താവ് അത്ഭുതകരമായി 10-16 വർഷക്കാലമായല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ദേവദാസിയെ ഉപയോഗിക്കട്ടെ. ദേവദാസിക്ക് വേറെ എവിടെയെങ്കിലും സുവിശേഷ പ്രവർത്തനമായിട്ട് ദേവദാസി കടന്നു പോകുന്നുണ്ടോ? ഞങ്ങൾ ഓൺലൈൻ പ്രയർ ഉണ്ട്. മദർ ഫെലോഷിപ്പിൽ അങ്ങനെ പ്രയർ ഓൺലൈനിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വുമൺസ് ഫെലോഷിപ്പിലൊക്കെ പ്രയറിലൊക്കെ ഉണ്ട്. ഓക്കെ ദേവദാസി, കർത്താവ് ഒരു വലിയ വിടുതൽ തന്നല്ലോ. ഇപ്പോൾ ഇനിയും കർത്താവിൻ്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്, കൈവിടാത്ത ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പിന്നെയും മുന്നോട്ട് വിശ്വസ്തയോടെ യാത്ര ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ ദേവദാസി. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ദേവദാസി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിയുമായ സ്വർഗത്തിലെ ജീവനുള്ള നല്ല പിതാവിന്റെമേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ. ജോയ്സ് TV-യിലൂടെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്നവർക്ക് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണം കർത്താവേ. സ്തോത്രം കർത്താവ്. വിടുതൽ എനിക്ക് തന്നെങ്കിൽ ദൈവം അവർക്കും കൊടുക്കുവാൻ ശക്തനാ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തര സകലത്തിന് മതിയായന. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനത് തീർക്കുമെന്ന് കൽപ്പിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹ വിഷയമായി മാറട്ടെ. തിരുനാമം മഹത്വീകരിക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ട് തിരുമൽ മാറാവണം. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ.